അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ആണ്ടിന്റെ വഫാത്ത് ആണ്ടിന്റെ ദിവസമാണ്. അപ്പോ ലോകത്ത് മശ്രിഖ് മഗ്രിബിടയിൽ കോടിക്കണക്കായ മോമിനീങ്ങൾക്ക് ഖുർആൻ എന്താണ്, തിരുസുന്നത്ത് എന്താണ്, ഈ ഖുർആനും സുന്നത്തും വിവക്ഷിക്കുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്താണ് എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത് സത്യത്തിന്റെ മാർഗരേഖ വരച്ചു കാണിച്ചു തന്ന വലിയ ഒരു നേതാവ്. അവരുടെ അധ്വാന ഫലം നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവനും. അങ്ങനെയുള്ള മഹാൻ ഇഹലോകവാസം വെടിഞ്ഞ ദിവസം, പ്രത്യേകിച്ച് പുണ്യമാസമാവുന്ന മുഹറമായ മാസങ്ങളിൽപ്പെട്ട റജബിന്റെ അവസാന ദിവസം ഒരു ചെറിയ ഒരു അനുസ്മരണമെങ്കിലും നടത്തുക എന്നത് സുന്നികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കടമയാണ്. വഹാബിക്കും മൗദൂദിക്കും ഒന്നും പിന്നെ അതിന്റെ ആവശ്യമില്ല. അപ്പം തിന്നാ മതി, കുയ്യെണ്ണേണ്ട ആവശ്യമില്ല എന്നറിഞ്ഞത്. നമ്മൾ അങ്ങനെയല്ല. അങ്ങനെ അപ്പം തിന്നുമ്പോൾ കുയ്യും ഒന്ന് എണ്ണണം. കാരണം എവിടുന്നാണ് ഇത് കിട്ടിയത്, ഇതെങ്ങനെ നമ്മളിലേക്ക് എത്തിപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയും മനസ്സിൽ തട്ടി ആത്മാർത്ഥമായി മഹാനവറുകളുടെ പേര് കേൾക്കുമ്പോൾ ഒരു റഹിമഹുല്ലാ എന്നോ അല്ലെങ്കിൽ റളിയല്ലാഹു അൻഹു എന്നോ മനസ്സ് തട്ടി പറയണമെങ്കിൽ അവർ ചെയ്ത സേവനങ്ങളെ ചെറുതായെങ്കിലും മനസ്സിലാക്കണമല്ലോ. യഥാർത്ഥത്തിൽ ഒരു മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന ജീവിതമല്ല മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു. ഇമാമിങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയേറെ ജീവചരിത്രം ഗ്രന്ഥമായി ലോകത്തിന് ലഭിച്ച മറ്റൊരു ഇമാമില്ല. 100-ലധികം പണ്ഡിതന്മാർ മുൻഗാമികളും പിൻഗാമികളുമായ അങ്ങനെ ഒരാഴ്ചത്തെ ക്യാമ്പയിനൊക്കെ വേണം. അപ്പോഴേ എന്തെങ്കിലുമൊക്കെ കുറെയെങ്കിലും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മഹാനവറുകളെ സംബന്ധിച്ച് ഗ്രന്ഥം രചിച്ച 100-ലധികം പണ്ഡിതന്മാരുണ്ട്. അത് മുൻഗാമികളുമുണ്ട്, പിൻഗാമികളുമുണ്ട്, ഇപ്പോഴത്തെ നമ്മുടെ ആധുനിക കാലത്തുള്ള പണ്ഡിതന്മാരുമുണ്ട്. അതുകൊണ്ട് തന്നെ അവയുടെ ഒന്നും ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടുള്ള ഒരു പഠനമല്ല ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ആ മഹാനെ പറ്റി ഒന്ന് അനുസ്മരിച്ചൊരു ബർക്കത്തെടുക്കുക. ശരിയല്ലേ? പണ്ട് കവി പറഞ്ഞതുപോലെ ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം സമ്മാനം നേർന്ന്. അതാ അവരെ പറഞ്ഞിട്ട് ആ ബർക്കത്ത് നമുക്ക് കിട്ടുക. അതിന് കുറച്ച് പറഞ്ഞാലും മതി ബർക്കത്തിന് വേണ്ടി. ആ പറച്ചിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റേത് ഓരോ വിഷയമായി വേറെ തിരിച്ച് പ്രത്യേകം ചർച്ച ചെയ്തേണ്ട വലിയൊരു ലോകമാണ് മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ലോകം. അപ്പൊ ഞാൻ ആമുഖം പറഞ്ഞു നീട്ടുന്നില്ല, നേരെ വിഷയത്തിലേക്ക് വരാം. മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ പൂർണ്ണ നാമം അബൂ അബ്ദില്ലാഹി മുഹമ്മദ് ബിന് ഇദ്രീസ് ബിന് അബ്ബാസ് ബിന് ഉസ്മാൻ ബിന് ഷാഫി ബിന് സായിബ് ബിന് ഉബൈദ് ബിന് അബ്ദ് യസീദ് ബിന് ഹാഷിം ബിന് മുത്തലിബ് ബിന് അബ്ദു മനാഫ് റളിയല്ലാഹു തആല അൻഹും വനഫഅനല്ലാഹു ബിബറകാതിഹി. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹന്മാരിൽപ്പെട്ട അബ്ദു മനാഫ്, ആ അബ്ദു മനാഫിന്റെ 4 മക്കള്, ചരിത്രം വേണ്ടി പറയുന്നില്ല, 4 മക്കള് അബ്ദു ഷംസ്, നൗഫല്, ഹാഷിം,
മുത്തലിബ്, ഇങ്ങനെ 4 മക്കളായിരുന്നു അബ്ദുമനാഫിന്. അതിൽ ഹാഷിമും മുത്തലിബും എപ്പോഴും ഒരു ഗ്രൂപ്പിലാണ്. പിൽക്കാലത്ത് അവരുടെ മക്കൾ പരമ്പരയും അങ്ങനെ തന്നെ. എന്നാൽ ഷംസും നൗഫലും ഒരു ഘട്ടായിരുന്നു. അവരുടെ മക്കൾ പരമ്പരയും ആ ബന്ധം നിലനിർത്തി. ചുരുക്കി പറഞ്ഞാൽ അബ്ദുമനാഫിന്റെ മക്കള് 2 ഗ്രൂപ്പായിരുന്നു. അതിൽ ഒന്നാം ഗ്രൂപ്പിനെ കുറിച്ചാണ് നമുക്ക് ചർച്ച. അതായത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഹാഷിം എന്ന് വിളിക്കപ്പെടുന്ന അംറുൽ ഉല റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ലേ? ഹാഷിമിന്റെ പേര് മുമ്പൊരിക്കൽ നമ്മൾ പറഞ്ഞതാ, പലർക്കും ഓർമ്മ ഉണ്ടാവും. ഓർമ്മയില്ലാത്ത പുതിയ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയാവുന്ന ഹാഷിം എന്നവരുടെ പേരല്ല ഈ ഹാഷിം എന്നത്. അത് ഒരിക്കൽ മക്കയിൽ വലിയൊരു ദാരിദ്ര്യവും വരൾച്ചയും നേരിട്ട സമയത്ത് വലിയ വ്യാപാരിയായിരുന്ന ഹാഷിം ഷാമിൽ പോയി ധാരാളം ഭക്ഷ്യവിഭവങ്ങൾ കൊണ്ടുവന്ന് ഒട്ടകത്തെ അറുത്ത് മാംസവും ഈ ഭക്ഷ്യ വസ്തുക്കൾ പാകം ചെയ്ത് അതും ഈ വരൾച്ച മാറുന്നത് വരെ മഹാനായ ഹാഷിം ദാനം ചെയ്തു. അങ്ങനെയാണ് ഹാഷിം എന്ന പേര് അവർക്ക് വന്നത്. ശരിക്ക് അംറ് എന്നാണ്, സ്ഥാനപ്പേരായിട്ട് അംറുൽ ഉല എന്ന് പറയും. ഈ അംറുൽ ഉലയുടെ സഹോദരനാണ് മുത്തലിബ്. ഈ മുത്തലിബിലൂടെയാണ് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പിതാവ് പരമ്പര. പക്ഷേ ആലു നബി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനു ഹാഷിമിനെ പോലെ തന്നെ ബനു മുത്തലിബിനെയും ഉൾപ്പെടുത്തുകയും ഇസ്ലാമിലും ജാഹിലിയ കാലത്തും ഒക്കെ വേർപിരിയാത്ത ബന്ധമാണ് ഹാഷിം മുത്തലിബ് തമ്മിൽ, അവരുടെ മക്കൾ തമ്മിലും എന്ന് പറഞ്ഞ് അഹ്ലു ബൈത്തിൽ പെടുത്തിക്കൊണ്ട് ആലു നബിയുടെ പട്ടികയിലാണ് മുത്തലിബിന്റെ മക്കൾ പരമ്പര. ഈ ഹാഷിമും മുത്തലിബും തമ്മിലുള്ള അപൂർവ ബന്ധം കൊണ്ട് തന്നെ ഹാഷിമ് വഫാത്താകാൻ പോകുമ്പോൾ തന്റെ സഹോദരനാവുന്ന മുത്തലിബിനോട് ഒരു കാര്യം വസിയത്തായി പറഞ്ഞിരുന്നു. സഹോദര, ഞാൻ മദീനയിൽ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുകയും ബനു നജ്ജാർ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും അതിൽ എനിക്കൊരു മകൻ ജനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഷൈബത്ത് എന്നാണ് അവന്റെ പേര്. നീ അവനെ അവിടെ നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ വളർത്തണം എന്ന് വസിയത്ത് പറഞ്ഞു. കാരണം ബഹുമാനപ്പെട്ട ഹാഷിം എന്നവര് ഫലസ്തീനിലെ ഗസയിൽ വെച്ച് രോഗബാധിതനായി വഫാത്തായി. കാരണം കച്ചവട ആവശ്യാർത്ഥം പോയതായിരുന്നു. അപ്പൊ തന്റെ സഹോദരന്റെ വസിയത്ത് സ്വീകരിച്ചുകൊണ്ട് കുട്ടിയാവുന്ന ഈ ഷൈബത്തിനെ പിതൃവ്യനാവുന്ന അഥവാ ഹാഷിമിന്റെ സഹോദരനാവുന്ന മുത്തലിബ് മദീനയിൽ നിന്ന് കൊണ്ടുവന്ന് പോറ്റി വളർത്തി. അങ്ങനെ യത്തീമായ കുട്ടിയെ പോറ്റി വളർത്തുന്ന ആളുകളിലേക്ക് ചേർത്തിയിട്ട് അബ്ദ് എന്ന് പറയാറ് ഒരു ശൈലി മക്കത്തുണ്ടായിരുന്നു. അങ്ങനെയാണ് നബി തങ്ങളുടെ നേരെ ഉപ്പാപ്പയാവുന്ന അബ്ദുൽ മുത്തലിബിന് അങ്ങനെ ഒരു പേര് വന്നത്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ മുത്തലിബ് എന്നല്ല, ഷൈബത്തുൽ ഹംദ് എന്നാണ്. ഏതായാലും ഈ മുത്തലിബ്, അപ്പൊ ഈ അബ്ദുൽ മുത്തലിബ് എന്ന് പേര് പറയാൻ കാരണം ഈ പറഞ്ഞ മുത്തലിബാണ് മഹാനായ നബി തങ്ങളുടെ ഉപ്പാപ്പയാവുന്ന ഷൈബത്തുൽ ഹംദിനെ പോറ്റിയത്. അതുകൊണ്ട് അദ്ദേഹത്തിലേക്ക് ചേർത്ത് പറയാണ് ഈ അളാപ്പയിലേക്ക്. ഈ ജ്യേഷ്ഠനാവുന്ന ഹാഷിമും അനുജനാവുന്ന മുത്തലിബും തമ്മിലുള്ള അഭേദ്യമായ സ്നേഹബന്ധം കുറിച്ചുകൊണ്ടാണ് ഈ മുത്തലിബിന് ഒരു കുഞ്ഞു ജനിച്ചപ്പം ആ കുട്ടിക്ക് ഹാഷിം എന്ന് പേരിട്ടു. അതാണ് നമ്മൾ ഈ ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ പരമ്പരയിൽ ഒരു ഹാഷിമിനെ കാണുന്നത്. അത് നബി തങ്ങളുടെ നേരെ ഉപ്പാപ്പയായിരുന്ന ഹാഷിം അല്ല, മറിച്ച് ഹാഷിം എന്നവരുടെ സഹോദരനായ മുത്തലിബിന്റെ മകൻ ഹാഷിം, ജ്യേഷ്ഠന്റെ പേരിട്ടതാ ആ സ്നേഹം കൊണ്ട്. ഈ ഹാഷിമിന്റെ മകൻ അബ്ദു യസീദ്, ഈ അബ്ദു യസീദിന് അബൂ റുഖാന എന്ന പേരിലാണ് അറിയപ്പെടുക. അദ്ദേഹം സ്വഹാബാക്കളിൽപ്പെട്ട മഹാനാണ്, മനസ്സിലാക്കണം.
അതായത് ഏകദേശം അബ്ദുൽ മുത്തലിബിന്റെ അതേ പ്രായമുള്ള ഹാഷിമ്, അദ്ദേഹത്തിന് അല്ലാഹു തആല ദീർഘായുസ് കൊടുത്ത കാരണത്താൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിൽ കാണാനും പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിശ്വസിക്കാനും ഭാഗ്യമുണ്ടായിട്ടുണ്ട്. തന്നെയുമല്ല, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട് ഹദീസ് റിവായത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. റുക്കാന എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ത്വലാഖ് ചൊല്ലിയ സംഭവം, ബത്ത തലാഖ് 3 ആവുമോ 1 ആവുമോ എന്ന ചർച്ച വരുന്നത് ഈ അബ്ദു യസീദ് എന്ന് പറയുന്ന അബൂ റുക്കാനയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ഉപ്പാപ്പമാരിൽപ്പെട്ട മഹാനാണ് അബ്ദു യസീദ്. അബൂ റുക്കാന എന്നാണ് അദ്ദേഹം അറിയപ്പെടുക. ഈ അബ്ദു യസീദിന്റെ പുത്രൻ, ഈ അബ്ദു യസീദിന് 4 മക്കളുണ്ട്. ആ 4 ആൺമക്കളുടെ കൂട്ടത്തിൽപ്പെട്ട മകനാണ് ഉബൈദ്. ഈ ഉബൈദ് ബദർ യുദ്ധത്തിൽ ബനു ഹാഷിമുകാരുടെ പതാക വഹിച്ചുകൊണ്ട് മുശ്രിക്കുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹം തടവിലാക്കപ്പെടുകയും നഷ്ടപരിഹാരം കൊടുത്ത് മോചനം നേടുകയും ചെയ്തതിന് ശേഷം ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിൽ പ്രവേശിച്ചു. അപ്പോ ബന്ധുക്കൾ ചോദിച്ചു, നിങ്ങൾക്ക് ആദ്യം തന്നെ ഇത് ബോധ്യപ്പെട്ടുണെങ്കിൽ നേരത്തെ തന്നെ ഷഹാദത്ത് കലിമ ചൊല്ലിയെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, മുഅ്മിനീങ്ങളായ ആളുകൾ എന്നെ തടവുകാരായി പിടിച്ചപ്പോൾ അതിനുള്ള നഷ്ടപരിഹാര തുക കിട്ടുമെന്ന് അവരെ പ്രതീക്ഷിച്ചല്ലോ. അപ്പൊ അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തണ്ട എന്ന നിലക്കാണ് ഞാൻ നഷ്ടപരിഹാരം കൊടുത്തതിനു ശേഷം ഇസ്ലാമിലേക്ക് വന്നത്. അങ്ങനെ ഉബൈദ് എന്നവരും സ്വഹാബിയാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ പുത്രനാണ് മഹാനായ സായിബ് റളിയല്ലാഹു തആല. അദ്ദേഹവും സ്വഹാബിയാണെന്ന് മാത്രമല്ല മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപസാമ്യമുള്ള ചുരുക്കം ചില സ്വഹാബാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാനാണ് ഈ സായിബ് ഇബ്നു ഉബൈദ് എന്ന് പറയുന്ന മഹാൻ. അപ്പൊ 3 ആളുകളായി സഹാബക്കളായിട്ട്. ഈ സായിബ് എന്നവരുടെ പുത്രനാണ് ഷാഫി. ഷാഫി ചെറിയ കുഞ്ഞായിരുന്ന സമയത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ട്. എന്നാലും സ്വഹാബി എന്ന പട്ടികയിൽ വരും. അപ്പൊ 4 പിതാക്കൾ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉപ്പാപ്പമാരിൽ തുടർച്ചയായി സ്വഹാബാക്കളുണ്ട്. സ്വഹാബാക്കളുടെ ചരിത്രത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രം വരുന്നതാണ് 4 പരമ്പരയിലുള്ള സ്വഹാബത്ത്. താഴെ തലക്കൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പിതാവ് സായിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പിതാവ് ഉബൈദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പിതാവ് അബൂ റുക്കാന എന്ന് വിളിക്കപ്പെടുന്ന അബ്ദു യസീദ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ 4 സഹാബികളാണ്. ഈ പറയുന്ന അവസാനം പറഞ്ഞ സഹാബിയാവുന്ന ഷാഫി അദ്ദേഹത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് ഇമാം അവർകൾ ഷാഫിഈ എന്ന് വിളിക്കപ്പെടുന്നത്. അത് കാരണം എന്താ? തന്റെ തൊട്ടടുത്തുള്ള ഉപ്പാപ്പമാരുടെ കൂട്ടത്തിൽ സ്വഹാബിയാവാൻ ഭാഗ്യം കിട്ടിയ അവസാനത്താള്. അപ്പൊ ഒരു സ്വഹാബിയിലേക്ക് ചേർത്ത് പറയുക എന്ന നിലക്ക് ആയിരിക്കാം മഹാനവറുകളിലേക്കാണ് ഷാഫി ഇമാമ് തങ്ങളെ ചേർത്ത് പറയുന്നത്. അദ്ദേഹത്തിന്റെ പുത്രൻ ഉസ്മാൻ, അദ്ദേഹം പ്രസിദ്ധനാണ്, അറിയപ്പെട്ട പണ്ഡിതനാണ്. ഒരിക്കൽ ഗവൺമെന്റ് ബനു ഹാഷിം ഗോത്രക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ബനു മുത്തലിബിനെ വേർപ്പെടുത്തി ഉലുൽ ഖുർബയുടെ അവകാശം നിഷേധിക്കുന്ന ഒരു ശ്രമം നടന്നപ്പോൾ അതിനെതിരിൽ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് അത് പുനഃസ്ഥാപിക്കാനൊക്കെ ശ്രമിച്ച മഹാനാണ് ഉസ്മാൻ എന്നവർ. ആ ഉസ്മാൻ എന്നവരുടെ പുത്രനാണ് മഹാനായ അബ്ബാസ്. അബ്ബാസ് തന്നെ അറിയപ്പെട്ട പണ്ഡിതനാണ്, ഹദീസ് റിവായത്ത് ചെയ്ത ഇമാമിങ്ങളിൽ എണ്ണപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പുത്രനാവുന്ന ഇദ്രീസാണ് നമ്മുടെ കഥാപുരുഷനാവുന്ന അല്ലെങ്കിൽ ചരിത്ര പുരുഷനാവുന്ന ഇമാം അവറുകളുടെ നേരെ പിതാവ്. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ച് കൂടുതലൊന്നും ചരിത്രം പറയുന്നില്ല. അതിന്റെ മിക്കവാറും അതിന്റെ കാരണം അദ്ദേഹം അധികകാലം ജീവിച്ചിട്ടില്ല. ഈ ഒരു പുത്രനല്ലാതെ വേറെ മക്കൾ അദ്ദേഹത്തിന് ഉണ്ടായതായി കാണുന്നില്ല.
മഹാനായ ഇമാം ഷാഫി തങ്ങൾക്ക് തന്നെ 2 വയസ്സ് തികയാൻ പോകുന്ന സമയത്ത് ഇഹലോകവാസം വെടിഞ്ഞു. നമ്മള് ആലൂരെ ഡോട്ടിട്ടെന്താ ഈ ഓരോരുത്തരും ഈ കാര്യമായ എന്തോ വർക്കത്തുള്ള വിഷയം പറയുമ്പോ ഓരോരോ മൽഊനായിരിക്കുന്ന നോട്ടീസ് അടിച്ചുകൊണ്ട് എനിക്ക് ഇഷ്ടല്ല. അങ്ങനെ ഉണ്ടല്ലോ, ലക്ഷണം കെട്ടോൻ എവിടെ ചെന്നാലും ആ ലക്ഷണക്കേട് കാണും. അങ്ങനത്തെ ലക്ഷണം കെട്ടോല് ഒന്നിരിക്കലും വരണ്ട, അവര് പൊയ്ക്കോട്ടെ. ഓരോരോ മൽഊനായിരിക്കുന്ന ടെസ്റ്റ് അടിക്കാൻ ഒരു നോട്ടീസ് ഒട്ടിക്കുകയാണ്. ആ നോട്ടീസ് ഒട്ടിക്കാൻ പറ്റുന്ന സ്ഥലമല്ലല്ലോ നമ്മള്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പറയുന്ന ബറക്കത്താക്കപ്പെട്ട മജ്ലിസിനെ ലഅനത്താക്കണ്ട, മനസ്സിലായില്ലേ? അതങ്ങനെ അയച്ചു വിട്ട അതിനായിട്ട് വരെ ഓരോന്നും ഇൽമു പഠിക്കാൻ വരുന്നവരല്ല, മറിച്ച് അങ്ങനെ ഞാൻ പറയണില്ല, അത് ഖൈറല്ല ഏതായാലും. അത് അങ്ങനെ മഹാനവർകൾ തൊബ്ബാല എന്ന് പറയുന്ന മക്കയുടെയും യമനിന്റെയും ഇടയിലുള്ള പ്രദേശത്തായിരുന്നു ജനിച്ചു വളർന്നത്. പിന്നീട് മദീനയിൽ താമസമാക്കി. അങ്ങനെ മദീനയിൽ താമസിക്കുന്നതിനിടയിൽ അന്നത്തെ ഭരണകൂടത്തിൽ നിന്നും അഹ്ലു ബൈത്തിനെതിരിൽ ശക്തമായ ചില നീക്കങ്ങൾ കണ്ട് മനസ്സിലാക്കിയപ്പോൾ, അപകടം മനസ്സിലാക്കിയ മഹാനവറുകൾ തന്റെ പ്രിയപ്പെട്ട പത്നിയെ കൂട്ടി, അവര് യമനിലും അതുപോലെ തന്നെ ഈജിപ്തിലുമൊക്കെ ഉള്ള അസദ് ഗോത്രക്കാരിയാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം. അല്ല, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണെന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷേ ഇമാം ഷാഫി തങ്ങൾ തന്നെ പറഞ്ഞത് അസദ് ഗോത്രക്കാരിയാണ്. അങ്ങനെ ഭാര്യയെയും കൂട്ടി അദ്ദേഹം ഫലസ്തീനിലേക്ക് പോയി. അങ്ങനെ ഇന്ന് അറിയപ്പെടുന്ന ഫലസ്തീന്റെ പ്രദേശമാവുന്ന ഗസ, പത്രക്കാര് ഗാസ ഗാസ എന്നായത്, ഈ ഗസയിൽ താമസമാക്കി. ആ താമസകാലത്താണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഫലസ്തീനിലെ അസ്കലാൻ എന്ന സ്റ്റേറ്റിന്റെ ഗസ പട്ടണത്തിലായിരുന്നു ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനനം. മഹാനവറുകൾക്ക് 2 വയസ്സാകുമ്പോൾ സമയത്ത് പിതാവ് വഫാത്തായി. സാമ്പത്തികമായി വളരെ പരാധീനതയുണ്ടായിരുന്ന മഹാനവറുകൾ അവിടെ കുടുംബങ്ങളോ മറ്റു ബന്ധുക്കളോ ഒന്നും ഇല്ലാതെ വന്നപ്പോ ഉമ്മാക്ക് പേടിയായി. കാരണം സ്വന്തം നാടല്ല, അന്യനാട്, സാമ്പത്തികമായ ശേഷിയും കഴിവും ഇല്ലാതിരിക്കുക, അടുത്ത ബന്ധുക്കളാരും സമീപത്തില്ലാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ ഖുറൈശിയിലെ പ്രമുഖ ഗോത്രമാവുന്ന ബനു ഹാഷിമിന്റെ തൊട്ടു ചേർന്ന് നിൽക്കുന്ന ബനു മുത്തലിബ് ഗോത്രക്കാരനായ എന്റെ മകൻ അറിയപ്പെടാതെ തന്റെ ഗോത്രത്തിൽ നിന്നിട്ട് ഒറ്റപ്പെട്ടു പോകുമോ എന്ന് ഭയന്ന് തന്റെ കുടുംബങ്ങളൊക്കെ താമസിക്കുന്ന മക്ക ഷരീഫിലേക്ക് കുട്ടിക്ക് 2 വയസ്സായ സമയത്ത് കുട്ടിയെയും കൂട്ടി വന്നു. അപ്പോൾ വളരെ കുറച്ചു കാലം മാത്രം ജീവിക്കുകയും അത്രയൊന്നും പ്രശസ്തനല്ലാതിരിക്കുകയും ചെയ്തുകൊണ്ടായിരിക്കാം ഇമാം അവരുടെ പിതാവാവുന്ന ഇദ്രീസ് എന്നവർ കൂടുതലായി അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ കാണുന്നില്ല. ഏതായാലും ഈ ഇദ്രീസ് എന്നവരുടെ പുത്രൻ മുഹമ്മദാണ് നമ്മുടെ ചരിത്ര പുരുഷനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു. അപ്പൊ മുഹമ്മദ് ബിന് ഇദ്രീസ് ബിന് അബ്ബാസ് ബിന് ഉസ്മാൻ ബിന് ഷാഫി. അപ്പൊ നേരെ ഇമാം അവരുടെ വാപ്പ, ഉപ്പാപ്പ, അതിന്റെ മേലെ ഉപ്പാപ്പയും കഴിഞ്ഞിട്ട് 4ാമത്തെ ഉപ്പാപ്പയാണ് ഷാഫി. അവരിലേക്ക് ചേർത്തിട്ടാണ് ഇമാം അവർകൾ അറിയപ്പെടുന്നത്. മഹാനവറുകളുടെ ഭാര്യ, ചുരുക്കി പറയാ ചരിത്രം, എന്നിട്ട് പിന്നെ വിഷയത്തിലേക്ക് കിടക്കാം. ഭാര്യ ഹംദത്ത് ബിന്ത് നാഫി എന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ഭാര്യയുടെ പേര്. ഒരു ഭാര്യ തന്നെ ഉള്ളൂ, ഒരു വിവാഹമേ ചെയ്തതായി ചരിത്രത്തിൽ കാണുന്നുള്ളൂ. എന്നാൽ ഒരു ഉമ്മ വലതായി വേറെ ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. ഏതായാലും നിക്കാഹ് ചെയ്ത ഭാര്യയായിട്ട് അമ്മവർക്ക്
ഈ ഹംദത്ത് ബിൻ നാഫി എന്നത് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയാവുന്ന ഹംദ ബിൻ നാഫി. ഇമാം അവർക്ക് 2 ആൺമക്കളും ഒരു മകളും ആണ് ഉണ്ടായിരുന്നത്. തന്റെ പേര് മുഹമ്മദ് എന്നായതുപോലെ തന്റെ പുത്രൻ ആദ്യത്തെ മകൻ ജനിച്ചപ്പോൾ ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടു. അപ്പൊ വാപ്പാന്റെ അതേ പേര് തന്നെയാണ്, പക്ഷെ വാപ്പാന്റെ പേരല്ല ഇട്ടത്. തന്റെ ശിഷ്യന്മാര് ചോദിച്ചു, നിങ്ങൾ കുഞ്ഞിനെന്താ പേരിട്ടത് എന്ന് ചോദിച്ചപ്പം സമ്മൈതുഹു ബി അഹബ്ബിൽ അസ്മായി ഇലയ്യ, നോക്കണം, എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ പേര് തെരഞ്ഞെടുത്തിട്ടതാണ് എന്ന് പറഞ്ഞു. അതായത് മുഹമ്മദ് എന്ന പേരാണ് കുട്ടിക്ക്. ഈ കുട്ടിയെ വിളിക്കുക അബൂ ഉസ്മാൻ എന്നാണ്. അറിയപ്പെട്ട വലിയ പണ്ഡിതനാണ്, ഹദീസ് റിവായത്ത് ചെയ്ത ഇമാമിയങ്ങളിൽപ്പെട്ട ആളാണ്. അതിന്റെ പുറമെ ദീർഘകാലം മുസ്ലിം സ്റ്റേറ്റിന്റെ പല ഭാഗത്തും ഖാളിയായി സേവനം ചെയ്ത മഹാനാണ്. അദ്ദേഹത്തിന് 4 മക്കളിലൂടെ പരമ്പരയുണ്ട്. ഈ മൂത്ത മകൻ അബൂ ഉസ്മാൻ എന്ന് വിളിക്കുന്ന മുഹമ്മദ് എന്നവരിലൂടെ. രണ്ടാമത്തെ ഒരു മകനുണ്ട്, ആ മകനും പേരിട്ടത് മുഹമ്മദ് എന്ന് തന്നെയാണ്. എന്ന് മാത്രല്ല, ആരോ ചോദിച്ചു, മൂത്ത മകൻ ഏതായാലും നിങ്ങൾ മുഹമ്മദ് എന്ന് പേരിട്ടു, ഈ രണ്ടാമത്തെ മോനെന്താ മുഹമ്മദ് എന്ന് പേരിട്ടത്? അപ്പോ മഹാനവറുകൾ പറഞ്ഞു, രണ്ടാമത്തതല്ലേ അള്ളാഹ് എനിക്ക് തന്നിട്ടുള്ളൂ, ഇനി മൂന്നാമതൊരു മകനെ കൂടി അള്ളാഹു എനിക്ക് തരികയാണെങ്കിൽ അതിനും ഞാൻ മുഹമ്മദ് എന്ന് പേരിടുന്നു. അപ്പൊ ആ മഹബത്ത്, ആ പേരിനോടുള്ള മഹബത്താണ്, അത് കൽബിന്റെ ഉള്ളിലുള്ള മഹബത്താണ്. അതുകൊണ്ടാണ്. പക്ഷെ ഈ രണ്ടാമത്തെ മുഹമ്മദിനെ അബുൽ ഹസൻ എന്നാണ് വിളിക്കപ്പെടുക. അപ്പൊ ആദ്യത്തെ മകൻ മുഹമ്മദ് അബൂ ഉസ്മാൻ, രണ്ടാമത്തെ മകൻ മുഹമ്മദ് അബുൽ ഹസൻ. അങ്ങനെ 2 മക്കളും. പക്ഷെ ഇദ്ദേഹം വലിയ പണ്ഡിതൻ തന്നെയാണ്, പക്ഷേ അധികകാലം ജീവിച്ചിട്ടില്ല. താൻ ഖാദിസ്ഥാനം ഏൽക്കുകയും ജോലി ചെയ്യുകയും ചെയ്തെങ്കിലും തന്റെ ആരോഗ്യം നിലനിൽക്കുന്ന യുവാവായിരുന്ന കാലത്ത് തന്നെ മരണപ്പെട്ടു പോയതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് മക്കൾ പരമ്പരയില്ല. 3ാമത്തത് മകളാണ്. മകള് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട മൂത്ത മകൾക്ക് സൈനബ് എന്നാണല്ലോ പേരിട്ടത്. അങ്ങനെ തനിക്കുണ്ടായ ആദ്യത്തെ പെമ്മക്കുട്ടിക്ക്, മകൾക്ക് സൈനബ് എന്ന് പേരിട്ടു. ആ സൈനബ് പ്രായപൂർത്തിയെത്തിയപ്പോൾ തന്റെ പിതൃവ്യപുത്രന് തന്നെ വിവാഹം കഴിച്ചു കൊടുക്കുകയും അതിൽ അഹ്മദ് എന്ന പേരിൽ ഒരു കുട്ടി ജനിക്കുകയും ചെയ്തു. ഷാഫി ഇമാമിന്റെ റളിയല്ലാഹു തആല തങ്ങളുടെ കുടുംബത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനോട് ഏറ്റവും കൂടുതൽ സാമ്യമുള്ളതും ഷാഫി മദ്ഹബിന് ഏറ്റവും കൂടുതൽ സഹായകമായി വർത്തിച്ചതും ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇൽമ് പ്രചരിപ്പിക്കുന്നതിൽ ആ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയതുമായ വ്യക്തിയാണ് മകൾ സൈനബയുടെ മകൻ അഹ്മദ് ബിൻ മുഹമ്മദ് എന്ന് പറയുന്നത്. ഫിഖ്ഹിലൊക്കെ അദ്ദേഹത്തെ അറിയപ്പെടുക ഇബ്നു ബിന്ത് ഷാഫി എന്ന പേര് പലപ്പോഴും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസം ഉണ്ടാവും. കാരണം പറയുന്നിടത്തൊക്കെ ഇബ്നു ബിന്ത് ഷാഫി എന്നേ പറയുള്ളൂ. ഷാഫി ഇമാമിന്റെ മോന്, അത് അഹ്മദ് ബിൻ മുഹമ്മദ് എന്നാണ് മഹാനവറുകളുടെ പേര്. അദ്ദേഹം അസ്ഹാബുൽ വുജൂഹിൽപ്പെട്ട മുജ്തഹിദാണ്. ഷാഫി മദ്ഹബിലെ ഗ്രന്ഥം രചിച്ച ആളാണ്. ഒരുപാട് ഇജ്തിഹാദ് ചെയ്ത മഹാനാണ്. വലിയ ചുരുക്കി. അപ്പോൾ ഇമാം അവറുകളുടെ പിതാവ്, മാതാവ് ഫാത്തിമ എന്ന പേര്, അസദ് ഗോത്രക്കാരിയായിരുന്നു. ആരെന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു? സുന്നി ഗ്ലോബൽ വോയിസ് തന്നെയാണല്ലോ. വേറെ ആർക്കെങ്കിലും ഇൻവൈറ്റ് ചെയ്താൽ പോരാ. ആരാത്? അങ്ങോട്ട് മൊത്തം വിട്ടതായിരിക്കും, ആ കൂട്ടത്തിൽ വന്നതാണായിരിക്കും. ഭാര്യ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഹംദത്ത് എന്നവരും 3 മക്കള്, 2 ആൺമക്കള്, 2 മുഹമ്മദ്, ഒരു മോളും ആട്ടെ. ഇത് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച ഏറ്റവും ചുരുങ്ങിയ ഒരു കുടുംബ ചരിത്രമാണ്. ഉമ്മ വാപ്പയെ പറ്റി അധികം ചരിത്രത്തിന് അറിയില്ല. കാരണം അദ്ദേഹം നേരത്തെ തന്നെ
വഫാത്തായതുകൊണ്ട്. എന്നാൽ ഉമ്മ ചരിത്രത്തിൽ പ്രസിദ്ധയാണ്. ഷാഫി ഇമാം റളിയല്ലാഹു തആല അൻഹുവിന്റെ വ്യക്തിത്വ രൂപീകരണത്തിൽ ആ ഉമ്മയെപ്പോലെ സ്വാധീനിച്ച മറ്റാരെയും കാണില്ല. ഉസ്താദന്മാരൊക്കെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ പോലും പ്രിയപ്പെട്ട ഉമ്മ ഫാത്തിമായി തന്നിൽ ചെലുത്തിയ സ്വാധീനം ചെറുതല്ല. അത് തന്റെ അവസാനം വരെയും വലിയ ഇമാമായി, മുജ്തഹിദായി, മുഫ്തിയായി ഒക്കെ ആണെങ്കിൽ പോലും ഉമ്മ അപ്പോഴും ഒരു ചെറിയ കുട്ടിയെ ശ്രദ്ധിക്കുന്നത് പോലെ ഓരോ ചലനങ്ങളും ഓരോ നീക്കങ്ങളും സസൂക്ഷ്മം വീക്ഷിക്കുകയും വല്ല പോരായ്മകളും കാണുന്നുണ്ടെങ്കിൽ അത് അപ്പോൾ തിരുത്തുകയും ചെയ്യുന്ന സ്വഭാവക്കാരിയായിരുന്നു ആ മഹദിയവർ. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്വഭാവ ഗുണങ്ങളിൽ ഏറെ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിത്വമാണ് അവർ. എത്രയോ സംഭവങ്ങളുണ്ട്. ഒറ്റ സംഭവം പറഞ്ഞാൽ, ഒരിക്കൽ യമനിലെ സൻആയിൽ നിന്നും ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങള് അവിടെ ഖാദിയായി കുറെ കാലം ജോലി ചെയ്തിരുന്നു. ആ സമയത്ത് മക്കയിലേക്ക് ഉമ്മാനെ കാണാൻ വരികയാണ്. അപ്പം അങ്ങേയറ്റത്തെ ദാരിദ്ര്യമായിരുന്നു ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്ക് എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോ 10,000 സ്വർണ്ണ നാണയം ഉണ്ട് വരുമ്പോൾ കയ്യിൽ. അന്ന് 10,000 സ്വർണ്ണ നാണയം എന്ന് പറഞ്ഞാൽ ഒരു വൻ സമ്പത്താണ്. അങ്ങനെ തന്റെ മകൻ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ മകനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഉമ്മയും പിതാവിന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു സഹോദരി, നേരെ സഹോദരിയാണോ എന്ന് അറിഞ്ഞൂല, ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു അവരെ പറ്റി പറഞ്ഞത് ഞങ്ങള് അവരെ അമ്മത്ത് എന്നായിരുന്നു വിളിച്ചിരുന്നത്. അതായത് അമ്മായി എന്ന് വിളിക്കുന്ന വാപ്പാന്റെ സഹോദരി, ഒരു സ്ത്രീയും ഉമ്മയും കൂടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ ഹറമിന്റെ പുറത്ത് ഉമ്മയെ സ്വീകരിക്കാൻ വേണ്ടി തമ്പ് കെട്ടി അവിടെ ഇറങ്ങി. അങ്ങനെ കുശലാന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു, മോനെ എന്തൊക്കെ അവസ്ഥ? ഉമ്മ വളരെ ഹൈറാണ്, അൽഹംദുലില്ലാ, എല്ലാ നിലക്കും റാഹത്താണ്. ഇതെന്താണ് ഒരു ചാക്ക് കെട്ട്? ആ ഉമ്മ, നമുക്ക് സ്വന്തമായി ഒരു നല്ല വീടോ ഒരു തോട്ടമോ ഒന്നും നമുക്കില്ലല്ലോ. ഇത് ഹലാലായ മാർഗത്തിൽ അല്ലാഹു തആല നമുക്ക് തന്ന സമ്പത്താണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മക്കയിൽ ഒരു നല്ല വീടെടുക്കാം, കുറച്ച് തോട്ടങ്ങൾ വിലക്ക് വാങ്ങുകയും ചെയ്യാം. എന്നാൽ ഉമ്മാക്ക് ഈ വാർദ്ധക്യ കാലത്ത് മാന്യമായി ജീവിക്കാമല്ലോ എന്ന് അഭിപ്രായപ്പെട്ടപ്പോ ആ ഉമ്മ പറഞ്ഞു, മോനെ ഇതിനല്ല ഞാൻ നിന്നെ ഇൽമു പഠിപ്പിച്ചത്. ഇന്നലെ വരെ നീ ഫക്കീറായി താമസിച്ച നീ ഇന്ന് മക്കയിലെ നിന്റെ കുടുംബങ്ങൾക്കിടയിൽ ഒരു ധനാഢ്യനായി അറിയപ്പെടാൻ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഉമ്മ പറഞ്ഞപ്പോ, അപ്പൊ എന്ത് ചെയ്യണം ഉമ്മ എന്ന് ചോദിച്ചപ്പം, മോനെ നിന്റെ കുടുംബത്തിലും അയൽവാസികളിലും ഒക്കെ ഒരുപാട് പാവപ്പെട്ടവരുണ്ട്. നീ അവർക്കത് സദഖ ചെയ്താൽ അത് നിനക്ക് എന്നും നശിക്കാതെ പരലോകത്ത് ലഭിക്കും. ദുനിയാവ് നമ്മളുടെ ഇന്നും നാളെയായി കഴിഞ്ഞു പോകുന്നതല്ലേ. അങ്ങനെ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഈ 10,000 സ്വർണം ഒരു മുണ്ട് വിരിച്ച് അതിലേക്ക് ചൊരിഞ്ഞ്, അപ്പോക്ക് നാട്ടിൽ വിവരം കിട്ടി ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അയൽവാസികളും കുടുംബങ്ങളുമായ പലരും കാണാൻ വന്നു. ഈ വന്നവർക്കൊക്കെ അതിൽ നിന്ന് വാരിക്കൊടുക്കുക, എണ്ണുന്നില്ല, വാരിക്കൊടുത്ത് കൊടുത്ത് 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 10 ദീനാർ മാത്രം ബാക്കിയായി. ബാക്കി മുഴുവനും കൊടുത്തു. 10,000 ദീനാറുമായിട്ട് വന്നിട്ട് 10 ദീനാർ അല്ലാത്തതെല്ലാം സദഖ ചെയ്തു. അത് ഇനി പോവാ എന്ന് പറഞ്ഞു. അങ്ങനെ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തന്റെ ഒട്ടകപ്പുറത്ത് കേറിയിരുന്നു. കേറിയിരുന്നപ്പോ യാത്ര തുടങ്ങാൻ പോകുമ്പോൾ തന്റെ ഒട്ടകത്തിന് തെളിക്കുന്ന വടി കയ്യിൽ നിന്ന് താഴെ വീണുപോയി. ഇത് താഴെ വീണെന്ന് കണ്ടപ്പം ഒരു അടിമ സ്ത്രീ, ഒരു പാവപ്പെട്ട ഒരു അടിമ സ്ത്രീ വേഗം വന്നിട്ട് ആ വടിയെടുത്ത് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. അപ്പൊ ആകെ ഇനി 10 ദീനാറേ ഉള്ളൂ ബാക്കി. അതിൽ നിന്നിട്ട് 1 ദീനാർ എടുത്ത് ഈ പാവപ്പെട്ട സ്ത്രീക്ക് ഒരു സമ്മാനമായിട്ട് കൊടുക്കുക.
അത് കണ്ടപ്പോ ഉമ്മ ചോദിച്ചു, മാതാ തസ്ന യാ മുഹമ്മദ്, എന്താ മോനെ നിപ്പ ചെയ്യുന്നത് ചോദിച്ചു. അപ്പോ ഷാഫി ഇമാമ് തങ്ങൾ പറഞ്ഞു, ഉമ്മ ഒരു സാധുവായിരിക്കുന്ന സ്ത്രീയല്ലേ, അവര് നമ്മക്ക് വേണ്ടി ഒരു സേവനം ചെയ്തതല്ലേ, അപ്പൊ അതിനെന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണ്ടേ? അതേ മോനെ, അതന്നെ ഞാൻ ചോദിച്ചത്. നീ എന്താ 1 ദീനാർ കൊടുത്തു? നിന്റെ അടുക്കൽ എത്ര ഉണ്ടടാ? ഇനി ബാക്കി 9 കൂടി ഉണ്ട് പറഞ്ഞു. മുഴുവനും കൊടുക്കടാ. അങ്ങനെ ഈ വടിയെടുത്തു കൊടുത്ത അടിമ സ്ത്രീക്ക് ഈ 10 സ്വർണ്ണ നാണയവും കൊടുത്ത്, അഥവാ മക്കയിൽ നിന്ന് പോയപ്പോൾ ഉടുതുണിക്ക് മറുതുണിയില്ലാതെയാണ് സന്നായിലേക്ക് പോയിരുന്നതെങ്കിൽ തിരിച്ച് 10,000 സ്വർണ്ണ നാണയവുമായി വരുമ്പോൾ മക്കയുടെ ഹറമിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് അതിൽ 1 ദീനാർ പോലും ബാക്കി വെക്കാതെ സദഖ ചെയ്തതിനു ശേഷമാണ് പരിശുദ്ധമായ മക്കയുടെ മണ്ണിലേക്ക് ആ ഉമ്മ ആ മകനെ സ്വീകരിച്ചത്. അങ്ങനെ അങ്ങോട്ട് ശീലിപ്പിച്ചു പോന്നതായിരുന്നു ഇമാം അവർകളെ ബഹുമാനപ്പെട്ട ഉമ്മ. അത് അക്ഷരാർത്ഥത്തിൽ ആ ജീവിതത്തിൽ എന്നും പാലിച്ചു പോന്നു. അതുകൊണ്ടാണ് വഫാത്താകുന്നത് വരെയും ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്ക് 1 ദിവസത്തെ ഭക്ഷണത്തിന് വേണ്ടത് കഴിച്ച് പിറ്റേന്നേക്കുള്ള 1 ദീനാർ അല്ലെങ്കിൽ 1 ദിർഹം വഫാത്ത് വരെയും ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു സമ്പാദിച്ചു വെച്ചിരുന്നില്ല. ഈ ഭാര്യയും മക്കളും ഒക്കെ ഉള്ള സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട അബൂ യാക്കൂബ് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ പ്രധാനപ്പെട്ട ശിഷ്യൻ അദ്ദേഹമായിരുന്നു വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തി പോന്നിരുന്നത്. എന്നാൽ അത് കണക്കെഴുതി വെക്കുന്നതിനെ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു നിരുത്സാഹപ്പെടുത്തി. മോനെ, നീ അതിന് കിതാബ് എഴുതാനുള്ള കടലാസ് വെറുതെ കളയണ്ട, നിന്നെ എനിക്ക് വിശ്വാസമാണ്, വീട്ടിലേക്ക് അത്യാവശ്യമുള്ളത് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ കണക്ക് ഞാൻ നോക്കൂല, നിന്റെ കണക്കിന്റെ ആവശ്യമില്ല, നീ അതിന് വെറുതെ സമയം കളയണ്ട. ഒരിക്കൽ പറഞ്ഞു, തങ്ങളെ ഇങ്ങനെ ആയാ മതിയോ, എന്തെങ്കിലുമൊക്കെ കുറച്ച് മിച്ചം വെക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഇമാം അവർകൾ ഈ അബൂ യാക്കൂബ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോട് പറഞ്ഞത്, മോനെ നിനക്കറിയോ, ഇന്നത്തെ ഇബാദത്തിനല്ലേ അള്ളാഹു നമ്മോട് കൽപ്പിച്ചുള്ളൂ, ഇന്നത്തെ റിസ്ക്കും നമുക്കുണ്ടല്ലോ, നാളത്തെ റിസ്ക്കിനെ പറ്റി ചിന്തിക്കാൻ നമ്മൾ ബേജാറാവേണ്ടതില്ല, അത് ഏറ്റവൻ റബ്ബാണ്. ഇന്ന് വരെ ഒരിക്കലും ഞാൻ കാശ് സൂക്ഷിച്ചു വെച്ചിട്ടില്ല, എന്നാൽ മക്കയിൽ ഞങ്ങൾ താമസിച്ചിരുന്ന കാലത്ത് കേവലം ഒരു ചെറ്റക്കുടിലല്ലാതെ ഒന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഒരു രാത്രി പോലും അന്നം കിട്ടാതെ പട്ടിണിക്ക് കിടക്കേണ്ട ഒരവസ്ഥയും വന്നിട്ടില്ല. അതൊക്കെ അല്ലാഹു തആല അങ്ങനെ നടത്തിക്കോളും എന്ന് പറഞ്ഞ അങ്ങനെ ദുന്യാവിൽ പൂർണ്ണ സുഹൃതായി ജീവിക്കാൻ ആ പ്രിയപ്പെട്ട ഉമ്മ ആ മകനെ പാകപ്പെടുത്തുകയായിരുന്നു എന്ന് ചുരുക്കം. മഹാനായ ഇമാം അവർകളെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. കേവലം ഖുർആനും സുന്നത്തും അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്ന ഫിഖ്ഹും മാത്രമായിരുന്നില്ല ഇമാം അവർകളുടെ ഇൽമ്. അതതിൽ പ്രധാനപ്പെട്ടതായിരുന്നു എന്നതൊഴിച്ചാൽ അക്കാലത്ത് അറിയപ്പെട്ടിരുന്ന എല്ലാ വിജ്ഞാന ശാഖകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു മഹാപണ്ഡിതനായിരുന്നു മഹാനവർ. അതിൽ ചിലപ്പോഴൊക്കെ നമുക്ക് തന്നെ തമാശ തോന്നും, ഇങ്ങനെയുള്ള വലിയൊരു ഇമാമ് ഈ ഇൽമൊക്കെ പഠിക്കാൻ പോകുന്നത് എന്തിനാണ്? പക്ഷെ ഒന്നിനു തൊട്ടും അജ്ഞത പാടില്ല. ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ പറ്റാത്തത് ചെയ്യണ്ട, എന്നാലും അറിയില്ലെന്ന് പറയണ്ട. ഇൽമ് എന്ന നിലക്ക് വസായി ഇമാമൊക്കെ പറഞ്ഞതുപോലെ ഇൽമ് എന്നുള്ള നിലക്ക് ഒന്നും വർജ്യമല്ല, പക്ഷെ ചിലതൊന്നും അമൽ ചെയ്യാൻ പറ്റൂല. അങ്ങനെയുള്ള എല്ലാ വിജ്ഞാനങ്ങളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച മഹാനായിരുന്നു. ഫിഖ്ഹിലേക്ക് ഞാൻ വരാം, അത് പിന്നെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഫീൽഡാണ്. യമൻ ജീവിതകാലത്ത് മഹാനവർകൾ സ്വായത്തമാക്കിയ വിജ്ഞാനങ്ങളിൽ പെട്ടതാണ് ജ്യോതിഷം. നമ്മുടെ നാട്ടില് അടുത്ത കാലത്ത് ആണ് BJP കഴിഞ്ഞ പ്രാവശ്യം ഭരിക്കുന്ന സമയത്താണ് ജ്യോതിഷം ഒരു വിദ്യാഭ്യാസമായി അംഗീകരിക്കുകയും അത് യൂണിവേഴ്സിറ്റി തലത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ നേടാനുള്ള സംവിധാനം ഒരുക്കുകയൊക്കെ ചെയ്ത്. യഥാർത്ഥത്തിൽ ജ്യോതിഷം അനുകരണീയമായ ഒരു വിജ്ഞാനമല്ല. എന്നാൽ
മഹാനവർകൾ അതും പഠിച്ചിരുന്നു. നന്നായി ജ്യോതിഷം അറിയുമായിരുന്നു മഹാനായ ഇമാം അവർകൾ. രസകരമായ പല സംഭവങ്ങളും ഉണ്ട്. ഒരു സംഭവം പറയാ. ഒരിക്കൽ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഒരു വഴി നടന്നു പോകുമ്പോൾ വഴിയോരത്ത് ചെറിയ ഒരു തമ്പ് കണ്ടു. തമ്പിന്റെ സമീപത്ത് നിന്നപ്പോ ഒരു യാത്രക്കാരായ ഒരു കുടുംബമാണ്, ഒരു ഭാര്യയും ഭർത്താവും, പൂർണ്ണ ഗർഭിണിയാണ്. ഈ പൂർണ്ണ ഗർഭിണിയായ ഭാര്യ തമ്പിനകത്തുണ്ട്, പുറത്ത് ഭർത്താവ് വേജാറായി നിൽക്കുകയാണ്. അപ്പൊ എന്താ, നിങ്ങൾ എവിടുത്തുകാരാണ്? ഞങ്ങളിങ്ങനെ യാത്രക്കാരാണ്. എന്താണ് പ്രശ്നം? ഭാര്യക്ക് പ്രസവ വേദന സംബന്ധമായ ചെറിയ പ്രയാസമുണ്ട്, അങ്ങനെ ഞങ്ങൾ ഇവിടെ തമ്പ് കിട്ടിയതാണ്. ആ സമയത്ത് ഗ്രഹനില വെച്ചിട്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഗണിക്കുകയാണ്. ഗണിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് കണ്ണൽപ്പം കൂടുതൽ കുഴിഞ്ഞ ഒരു പെൺകുട്ടിയായിരിക്കും ജനിക്കുക. ആ പെൺകുട്ടിയുടെ വലത് തൊടയിൽ ഒരു ദിർഹമിന്റെ അത്ര വലിപ്പത്തിൽ ഒരു കറുത്ത പുള്ളി ഉണ്ടാവും. ഈ കുട്ടി 28 ദിവസം മാത്രമേ ഗ്രഹനില പ്രകാരം ജീവിക്കുകയുള്ളൂ. അപ്രതീക്ഷിതമായി 28ാം ദിവസം മരണം സംഭവിക്കും എന്ന് ജ്യോതിഷപ്രകാരം ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. ആലൂരിന് ഇപ്പൊ തമാശ തോന്നുന്നുണ്ട്. ആലൂരൊക്കെ വായിച്ചതേക്കാണ് ചരിത്രം. നമ്മളവിടെ കണ്ട പണിക്കന്മാര് രാശിച്ച് നോക്കിക്കാണ്ട് പറയുന്നത് ആ പറച്ചിലാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. മണിക്കൂറുകൾ കഴിഞ്ഞ് ഈ സ്ത്രീ പ്രസവിച്ചു നോക്കുമ്പോൾ മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്, കൃത്യം ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ കണക്ക് കണ്ണൽപ്പം കുണ്ടിൽ താഴ്ന്നു കിടക്കുന്ന ഒരു പെൺകുഞ്ഞിനാണ് ആരോഗ്യത്തിൽ ഒരു തകരാറുമില്ല, നല്ല ആരോഗ്യമുള്ള കുട്ടിയാണ്. പറഞ്ഞതുപോലെ വലത്തെ തൊടയിൽ ഒരു ദിർഹമിന്റെ അത്ര വട്ടത്തിൽ ഒരു കറുത്ത പുള്ളിയുണ്ട്. താമസിച്ചില്ല, പറഞ്ഞതുപോലെ തന്നെ ഒരു രോഗവുമില്ലാതെ നല്ല ആരോഗ്യവതിയായ കുഞ്ഞ് 28ാം ദിവസം പെട്ടെന്നാണ് മരിച്ചു. ഇത്രയും കൃത്യമായി പ്രവചിക്കാൻ പറ്റുന്ന ജ്യോതിഷിയായിരുന്നു ഇമാമിന് ഷാഫി റളിയല്ലാഹു തആല അൻഹു. പക്ഷെ ഈ സംഭവത്തോടു കൂടി ഇത് വലിയ ഫിത്നക്കിട വരും എന്ന നിലക്ക് ഇമാം അവർ ആ ഗ്രന്ഥങ്ങളൊക്കെ കുഴിച്ചു മൂടിക്കളഞ്ഞു എന്നാണ്. കാരണം അത് നമുക്ക് അമൽ ചെയ്യാൻ പറ്റൂല, അങ്ങനെ ഒന്നുണ്ടതിന്. അത് മാത്രമല്ല, ലക്ഷണശാസ്ത്രത്തിൽ അതിവിദഗ്ധനായിരുന്നു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ലക്ഷണശാസ്ത്രം ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു പലപ്പോഴും ലക്ഷണശാസ്ത്രത്തെ വിമർശിക്കാറുണ്ട്. ഒരിക്കൽ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഒരു യമൻ യാത്രയിൽ ഒരു സത്രത്തിൽ, അങ്ങനെ ഉണ്ടല്ലോ ഒരു മുസാഫർഖാന നടത്തുന്ന ഒരു ചങ്ങാതിയുടെ അടുത്ത് വൈകുന്നേരം എത്തിപ്പെട്ടു. അപ്പൊ അവിടെ രാത്രി കൂടിയിട്ട് രാവിലെ യാത്ര ചെയ്യാമെന്നുള്ള നിലക്ക് ചെന്ന് നോക്കുമ്പോൾ ഈ സത്രത്തിന്റെ മാനേജറെ കണ്ടാൽ ലക്ഷണശാസ്ത്ര പ്രകാരം ഗുരുത്വം കെട്ട ഒരു ലക്ഷണം കെട്ട മനുഷ്യനാണ്. കാരണം ഇയാള് കണ്ണ് കുഴിഞ്ഞ് നെറ്റി മുന്നോട്ട് തുറിച്ചു നിൽക്കുന്ന കുള്ളനായ പൂച്ചക്കണ്ണുള്ള ഒരു മനുഷ്യനാണ്. അതിന് പുറമെ പല്ലുകൾ എഴുന്നു നിൽക്കുന്നു. ഇത് കടുത്ത ദുസ്വഭാവിയായ ഒരു മനുഷ്യന്റെ ബാഹ്യ ലക്ഷണങ്ങളാണ്. ഈ കണ്ണ് കുഴിഞ്ഞിക്കലും നെറ്റി പൊങ്ങി വരലും അതോടുകൂടി പൂച്ചക്കണ്ണാകലും കുള്ളനാകലും ഈ പല്ലിന്റെ കിടപ്പും ഒക്കെ ഇവിടെ കണ്ട എല്ലാ അർത്ഥത്തിലും ദുസ്വഭാവിയായിരിക്കും. ഏതായാലും അതിപ്പോ പറഞ്ഞു തരില്ലല്ലോ. സത്രത്തിന്റെ മാനേജർ അയാളായതിന് എന്താ കാട്ടിന്. അങ്ങനെ ചെന്ന് ഇമാം ഷാഫി തങ്ങൾ അവിടെ ഇറങ്ങിയപ്പോക്ക് മാനേജർ തന്നെ നേരിട്ട് ഓടി വന്ന് ഇറങ്ങാൻ, കൊട്ടപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങാൻ സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തു. ഇറങ്ങിയപ്പോക്ക് ഒട്ടകത്തിനെ മുട്ടുകുത്തിച്ച് ഒട്ടകത്തിന്റെ പുറത്തുള്ള കട്ടിലും സാധനങ്ങളൊക്കെ എടുത്ത് താഴെ വെച്ച് ഒട്ടകത്തിന് തീറ്റ കൊടുത്തു, അതിന് വെള്ളം കൊടുത്തു. എന്നിട്ട് സാധനങ്ങളൊക്കെ റൂമിൽ അദ്ദേഹം തന്നെ കൊണ്ടുവച്ചു. ഒക്കെ കൊണ്ടുവച്ചു കൊടുത്ത് തന്നെയല്ല, ചെന്നിട്ട് പറഞ്ഞു, ഭക്ഷണം ഏത് തരത്തിലുള്ളതാണെന്ന് അറിയിച്ചാൽ അതിനനുസരിച്ച് ഏർപ്പാട് ചെയ്യാം. കുളിക്കാൻ ചൂടുവെള്ളം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എണ്ണയോ മറ്റ് സൗകര്യങ്ങളോ വേണമെങ്കിൽ
അതും ചെയ്തു വെച്ചിട്ടുണ്ട്. കുളിച്ച് വസ്ത്രം മാറ്റി ആകുമ്പോഴേക്ക് ഭക്ഷണം എത്തിക്കാം. അപ്പൊ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പടച്ചോനെ, ഞാൻ കുറെ അധ്വാനിച്ച് ഈ ലക്ഷണശാസ്ത്രം പഠിച്ചിട്ട് ഇപ്പൊ ആകെ ബലങ്ങടിച്ചല്ലോ പതി. കാരണം എന്താ, ലക്ഷണശാസ്ത്ര പ്രകാരം ദുഷ്ടനായ ഒരു മനുഷ്യനാകാനേ ഇയാൾക്ക് സാധിക്കുള്ളൂ. ഒരു ദുസ്വഭാവി, ദുർഗുണ ഉള്ള ഒരു ദുസ്വഭാവിയാകാനേ സാധിക്കുള്ളൂ. ഇയാളുടെ പെരുമാറ്റവും കാര്യം കണ്ട എന്തോ ഒരു മാന്യനാണ്. വന്ന് ഇറങ്ങാൻ സമയമല്ലോ, അല്ലോ സ്വന്തം കുടുംബക്കാരെക്കാട്ടിലും അത്ര. അപ്പൊ ഞാൻ വെറുതെ ഈ സമയവും കളഞ്ഞു, അധ്വാനമൊക്കെ വെറുതെ ആയല്ലോ, ഏതായാലും ആട്ടെ, അതിനിപ്പോ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ താമസിച്ചു. രാത്രി അവിടെ താമസിച്ചു. രാവിലെ ആയപ്പോക്ക് കുളിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. യാത്രക്കുള്ള ഒട്ടകത്തെ ഒക്കെ തയ്യാറാക്കി, അതിനൊക്കെ വേണ്ട കട്ടിലൊക്കെ വെച്ച് സൗകര്യങ്ങളൊക്കെ ചെയ്ത് യാത്രക്കുള്ളെല്ലാം ഒരുക്കി, രാവിലത്തെ ഭക്ഷണം ഒക്കെ. അപ്പൊ ഇയാള് നല്ലൊരു മനുഷ്യനാണ് എന്ന നിലക്ക് ഒരു ഹദിയ കൊടുക്കണല്ലോ എന്നുള്ള നിലക്ക് ഇമാം ഷാഫി റളിയല്ലാഹു തആല 100 ദിർഹം എടുത്തിട്ട് അദ്ദേഹത്തിന് ഹദിയായിട്ട് കൊടുക്കുമ്പോ, എന്താ അത് ചോദിച്ചു. നിങ്ങൾ ഇങ്ങനെയൊക്കെ സേവനം ചെയ്തതല്ലേ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹദിയ. അപ്പോഴാണ് ഇയാളുടെ യഥാർത്ഥ പൂച്ച പുറത്തിയാല്. എടാ ചങ്ങാതി, എന്റെ ബാപ്പാന്റെ അനുജനാ ഞാൻ. എനിക്ക് വന്നപ്പോക്ക് എന്റെ ഒട്ടകത്തെ നോക്കാന്, അതിന് തീറ്റി കൊടുക്കാന്, നിനക്ക് ചൂടുവെള്ളം ഉണ്ടാക്കി തരാന്, ഭക്ഷണം ഉണ്ടാക്കി തരാൻ എന്റെ അളാപ്പ ഞാൻ. നല്ല കോള്. 100 ദിർഹമേ. വേറെ വർത്താനം എന്തേ പറയണ്ട എന്റെ അടുത്ത്. വെള്ളം ചൂടാക്കിയതിന് 35 ദിർഹം, എണ്ണ തന്നതിന് 15 ദിർഹം, ഭക്ഷണത്തിന് 150 ദിർഹം, ഒട്ടകത്തിന് തീറ്റി കൊടുത്തതിന് 200 ദിർഹം. ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു 450 ദിർഹം ഇവിടെ വെച്ചിട്ടാണ് പോയിക്കോ. ഇമാം അവർകൾ 450 കൊടുത്ത് 50 അധികം കൊടുത്തു, അങ്ങനെ 500 കൊടുത്ത് പോകുമ്പോ ഇല്ല, ഞാൻ പഠിച്ച ഇൽമ എന്തായാലും വെറുതെ വെച്ചില്ലാറ്. കാരണം എന്താ, ലക്ഷണപ്രകാരം ദുഷ്ടന്മാരിൽ ദുഷ്ടനാണ് ഈ മനുഷ്യൻ. അതിപ്പോ അയാളുടെ സ്വഭാവം, അയാൾ തനി നിറം പുറത്തേക്കിയല്ലോ. അപ്പൊ പഠിച്ചത് മുതലായി ഈ വിവരം. ഒരിക്കൽ ഇമാം മാലിക് റളിയല്ലാഹു തആല ഈ ലക്ഷണശാസ്ത്രത്തെ എപ്പോഴും ഇങ്ങനെ എതിർക്കും. അങ്ങനെ എതിർക്കുന്ന സമയത്ത് ഉസ്താദിന്റെ അടുത്ത് ശിഷ്യ പറയാ, നിങ്ങൾ അങ്ങനെയൊക്കെ എതിർക്കുകയാണെങ്കിലും ഞാൻ ഇങ്ങനെ കുറെ പഠിച്ചനായിരുന്നു, ആ അൽമനുസരിച്ച് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അപ്പൊ പഠിച്ചത് ശരിയാണ് എന്നല്ലേ മനസ്സിലാണ് എന്നുള്ള അർത്ഥത്തിൽ ഈ കഥ കേട്ടപ്പം ഇമാം മാലിക് റളിയല്ലാഹു തആല ഒന്ന് ചിരിച്ച്, ശരിവെച്ചില്ല, തള്ളി പറഞ്ഞില്ല, ഒന്ന് ചിരിച്ച്. അതുകൊണ്ട് കഴിഞ്ഞില്ല. ഈജിപ്ത് ജീവിതകാലത്ത് അന്ന് ഈജിപ്തിൽ അറിയപ്പെട്ട ഏറ്റവും വിദഗ്ധനായ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനെ പരിശോധിക്കാൻ വേണ്ടി വന്നതാ. ഇമാം ഷാഫി തങ്ങൾക്ക് എപ്പോഴും പലജാതി രോഗങ്ങളാ. പരിശോധിക്കാൻ വേണ്ടി വന്ന് ഇദ്ദേഹം രോഗം പരിശോധിക്കാൻ തുടങ്ങിയപ്പം മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഈ അബ്ഖറാത്ത് എന്ന് പറയുന്ന വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതനെ കുറിച്ച് ഇങ്ങോട്ട് പറയാൻ തുടങ്ങിയിട്ട് വൈദ്യശാസ്ത്രത്തിന്റെ മുഴുവൻ അടിസ്ഥാന പ്രമാണങ്ങളും അതിന്റെ വികാസ ഘട്ടങ്ങളും ഇന്ന് അത് എത്തി നിൽക്കുന്ന പുരോഗതിയും വസ്തുനിഷ്ഠമായി ലോകപ്രസിദ്ധനായ ഒരു പ്രൊഫസർക്ക് പോലും പറയാൻ കഴിയാത്ത അത്രയും വലിയ വൈദ്യശാസ്ത്ര സംബന്ധമായ വിവരങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ ഇയാൾ ഇങ്ങോട്ട് അത്ഭുതപ്പെട്ട് അയാൾ പറഞ്ഞു, ഈജിപ്തിൽ അറിയപ്പെട്ട ഒരു ഡോക്ടറാണ് ഞാൻ. ഇത്രമാത്രം ആഴത്തിൽ വൈദ്യശാസ്ത്രത്തെ സംബന്ധിച്ച് എനിക്കറിയില്ല. ദയവ് ചെയ്ത് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് കൂടി ഒരു ക്ലാസ് നിങ്ങൾ എടുത്തു തരികയാണെങ്കിൽ അത് ലോകത്തിന് വലിയൊരു സമ്പത്തായിരിക്കും. നിങ്ങളുടെ സേവനം ആ ഭാഗത്തു കൂടി ഉണ്ടായാൽ കൊള്ളാം എന്ന് ഇദ്ദേഹം പറഞ്ഞപ്പോ ഷാഫി ഇമാം ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ലാ യത്രുകൂനനി ഹൗലായി. അപ്പുറത്ത് മുത്തലിമികളുടെ പള്ളിക്കലേ അവര് ദർസ് ഓലിന്നെ ഇവിടങ്ങളെ
മെഡിസിൻ ക്ലാസ് നടത്താനൊന്നും വിടൂല. ഓർക്ക് ഖുർആന് സുന്നത്ത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഫിഖ്, അതിന്റെ സഹീ, അതിന്റെ വൈഫ്, ആ ചർച്ചയ്ക്ക് തന്നെ എനിക്ക് സമയം കിട്ടൂല. അല്ലാതെ എനിക്കത് താല്പര്യമില്ലായല്ല, അത് സമയം കിട്ടുന്നില്ല. വൈദ്യശാസ്ത്ര രംഗത്ത് വിദഗ്ധനായ ഒരു ഡോക്ടർ ആയിരുന്നു എന്ന് മാത്രമല്ല, ഇന്നും അന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. ഇൽമിന്റെ 1/3 മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും പാഴാക്കി കളഞ്ഞു എന്ന് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വളരെ ദുഃഖത്തോടുകൂടി പറയാറുണ്ടായിരുന്നു. എന്നിട്ട് അവിടുന്ന് പറയും, ഇൽമു തിബ്ബ് എന്ന് പറയുന്നത് നാഫിയായ ഇൽമിന്റെ 1/3 ഭാഗമാണ്. അത് മുസ്ലിം ലോകം യഹൂദി നസറാക്കൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് മുസ്ലിം ലോകം അവഗണിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് മാത്രമല്ല, ഇന്നും കൂടി നിലനിൽക്കുന്ന ഒരു പ്രഖ്യാപന മഹാനവർകൾ നടത്തി. ഒരിക്കലും ഈ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ അത് സംബന്ധമായ വ്യക്തമായ ബോധ്യവുമില്ലാതെ മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല. നോക്കണം. കാരണം അന്നുണ്ട് ഇന്നുണ്ട് ഈ ഗിനിപ്പന്നികളെ പോലെ മനുഷ്യനെ എന്താക്കുന്നു, മരുന്നിന്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തലുണ്ട്. കാരണം യഹൂദി നസറാക്കളെ അന്നും പ്രഗത്ഭ ഡോക്ടർമാർ ഇന്നും അവര് തന്നെ, അവർക്ക് ദുനിയാവിലെ നേട്ടമല്ലാതെ ആത്മീയമായ ലക്ഷ്യമൊന്നുമില്ല, ധാർമ്മിക ബോധമില്ല. അതുകൊണ്ട് തന്നെ ഗിനിപ്പന്നികളെ പരീക്ഷണ വസ്തുവാക്കുന്നത് പോലെ ഈ മരുന്ന് പരീക്ഷണത്തിന് വേണ്ടിയിട്ട് മനുഷ്യരെ ഇവര് പരീക്ഷണ വസ്തുക്കളാക്കും. അങ്ങനെ ഇല്ലാത്ത രോഗങ്ങൾ ചില മരുന്നുകളിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ശ്രമം വരെ ഡോക്ടർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ശരിയായ ബോധ്യവുമില്ലാതെ ഇത്തരം ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്ന് ഒരിക്കലും ഉപയോഗിക്കരുത് എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നു. അങ്ങനെ വിവിധ രീതികളിൽ ലോകപ്രസിദ്ധനായതിന്റെ പുറമെ സാഹിത്യ ലോകത്ത് ഒരിക്കലും അവഗണിക്കാൻ പറ്റാത്ത ശ്രദ്ധേയമായ സ്ഥാനത്തായിരുന്നു ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഉണ്ടായിരുന്നത്. അക്കാലത്തെ സാഹിത്യ ശാഖയിൽ ഏറ്റവും പ്രശസ്തമായ കവിതാ രംഗത്ത് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനെ കവച്ചു വെക്കാൻ പറ്റുന്ന ഒരു കവി അക്കാലത്ത് അറിയപ്പെടില്ല. അത്രമാത്രം കവിതാ സംബന്ധമായ അറിവും കഴിവും ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒരു പണ്ഡിതന്റെ മാന്യതക്ക് അത്രക്ക് യോജിച്ചതല്ല എന്ന് അവര് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തന്നെ പറയുന്നു. ഒരു മതപണ്ഡിതനെ സംബന്ധിച്ച് ഒരു ഫുൾ ടൈം കവിയാവുക എന്നത് അവന്റെ മാന്യതക്ക് തകരാറാകുമായിരുന്നെങ്കിൽ ലബീദ് എന്ന് പറയപ്പെടുന്ന ലോകപ്രശസ്ത കവിയെക്കാളും വലിയ കവിയായി മാറുമായിരുന്നു ഞാൻ. അത്ര വലിയ ഹുദൈൽ ഗോത്രം എന്ന് പറയുന്ന അറബി ഗോത്രങ്ങളിൽ ഏറ്റവും പ്രശസ്ത സാഹിത്യകാരന്മാരായ ഹുദൈൽ ഗോത്രത്തിന്റെ മാത്രം 10,000-ഓളം കവിത ആദ്യന്തം, കവിത എന്ന് പറഞ്ഞാൽ 10,000-ഓളം വരിയല്ല, 10,000-ഓളം കവിതാ സമാഹാരങ്ങള് മനഃപ്പാടമാക്കിയിരുന്നു മഹാനായിരിക്കുന്ന ഇമാം ഷാഫി റളിയല്ലാഹു തആല. ഭാഷാ പണ്ഡിതരിൽ പ്രഗത്ഭനായ അസ്മായി, ഈ അസ്മായി ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ശിഷ്യനാണ്. ഹുദൈൽ ഗോത്രക്കാരുടെ മുഴുവൻ കവിതകളും മഹാനായ അസ്മായി ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികെ വെച്ചിട്ട് തെറ്റ് തീർത്ത് റിപ്പോർട്ട് ചെയ്തു. അതോടുകൂടി അവിടുത്തെ സാഹിത്യശൈലി, അവിടുത്തെ സംഭാഷണത്തിലും വാദപ്രതിവാദ സന്ദർഭങ്ങളിലും ഖണ്ഡന പ്രസംഗങ്ങളിലുമൊക്കെ അദ്ദേഹം ഉപയോഗിക്കുന്ന ഓരോ വാക്കും അക്കാലത്തുള്ള സാഹിത്യകാരന്മാർ ബേക്കിൽ കൂടി പുസ്തകം കൊണ്ടു നടന്ന് എഴുതിയെടുക്കലായിരുന്നു. അറബി ഭാഷാ പണ്ഡിതന്മാരുടെ ഇതിൽ രണ്ടഭിപ്രായം ഇല്ലാത്തൊരു കാര്യമാണ്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ കെലിമത്ത്, അവിടുന്ന് പറയുന്ന സംസാരം അറബി ഭാഷയിൽ ഹുജ്ജത്താണ്, രേഖയാണ്. ഇങ്ങനെയൊക്കെ അറബി ഭാഷയുടെ ഗ്രാമർ എന്ന് തീരുമാനിക്കാൻ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ സംസാരം തെളിവായി ഉദ്ധരിക്കുമായിരുന്നു. തന്നെയുമല്ല, അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു കാര്യം എല്ലാ പണ്ഡിതന്മാരും പറയുന്നു, ഇമാം ഷാഫി തങ്ങളുടെ കിതാബുകളിൽ പറയുന്ന ശൈലി ആയിരുന്നില്ല അവിടുന്ന് സംസാരിച്ചിരുന്ന ശൈലിയിലായിരുന്നു അവിടുന്ന് ഗ്രന്ഥം രചിച്ചിരുന്നത് എങ്കിൽ ലോകത്തെ 90% അല്ലെങ്കിൽ 95% ആളുകൾക്കും അത് ഗ്രഹിക്കാൻ കഴിയില്ല.
അത്രയും ഘനമായിരുന്നു അവിടുത്തെ സംസാര ശൈലി. കടുകട്ടിയായ സാഹിത്യം, ആ സാഹിത്യത്തിന്റെ ഏറ്റവും ഉന്നതിയിലുള്ള സംസാരമായിരുന്നു. എന്നാൽ ഗ്രന്ഥം സാധാരണക്കാരന് ഫലപ്പെടണം എന്നതുകൊണ്ട് താഴോട്ടിറങ്ങി വന്ന് പരമാവധി ലളിതമാക്കി സാധാരണക്കാരന്റെ ശൈലിയിൽ ലളിത സുന്ദരമായാണ് അവിടുത്തെ ഗ്രന്ഥങ്ങളൊക്കെ. അതേസമയത്ത് സംസാരം അങ്ങനെയല്ല. വലിയ ബുദ്ധിജീവികളാവുന്ന പണ്ഡിതന്മാർക്കല്ലാതെ ആ പ്രയോഗവും ശൈലിയും ഗ്രഹിക്കാൻ കഴിയുമായിരുന്നു. അത്രയും ഗംഭീരമായിരുന്നു അവിടുത്തെ സംസാരത്തിലെ തന്നെ സാഹിത്യശൈലി. അവിടുത്തെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അറബി ഭാഷയിൽ ഒരു വ്യാകരണ തെറ്റ് അബദ്ധത്തിൽ പോലും വന്നതായി ഓർക്കുന്നില്ലെന്ന് ഇമാം അവർകൾ തന്നെ പറയുന്നു. അതിന് കാരണം പറയുന്നുണ്ട്. ഒരിക്കൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താൻ കുട്ടിയായിരുന്ന സമയത്ത് ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. അടുത്ത് ചെന്നു സലാം പറഞ്ഞു. മോനെ, നീ എവിടുത്തുകാരനാണ് ചോദിച്ചു. അപ്പൊ സലാം പറഞ്ഞു, ഞാൻ മക്കയിലാണ്. ആയി. നീ ഏത് ഗോത്രക്കാരനാണ് ചോദിച്ചു. തങ്ങളുടെ കുടുംബക്കാരൻ, ഞാൻ മുത്തലിബിയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോ വളരെ സന്തോഷത്തോടു കൂടി അടുത്ത് വിളിച്ചിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ വായ തുറന്ന് അല്പം ഉമിനീരെടുത്ത് എന്റെ വായിലേക്ക് പുരട്ടി തന്നു. ഇത് സ്വപ്നത്തിൽ കണ്ടതാ. എന്നിട്ട് ഇമാം ഷാഫി റളിയല്ലാഹു തആല എന്ന് പറയാ, അന്ന് കുട്ടിയാ, അന്ന് മുതൽ എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ലഹന്, ഒരു ഉച്ചാരണ തെറ്റ് ഭാഷയിൽ എനിക്ക് വന്നിട്ടില്ല. അങ്ങനെ ഭാഷാ സാഹിത്യ രംഗത്ത്, കവിതാ രംഗത്ത്, എല്ലാ രംഗത്തും പ്രഗത്ഭനായതോടുകൂടി പള്ളികൾ ദർസ് നടത്തുന്ന ഒരു മൗലിയാര് മാത്രമായി ഇരിക്കുകയല്ല ചെയ്തത്. അതൊക്കെ നടക്കുന്നുണ്ട്. അതോടുകൂടി ഇസ്ലാമിൽ അക്കാലത്ത് ഏറ്റവും കൂടുതൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹനം നൽകിയ രണ്ട് കാര്യങ്ങൾ, വഅഇദ്ദൂ ലഹും മസ്തതഅതും മിൻ ഖുവ്വത്തിൻ വമിൻ റിബാത്തിൽ ഖൈൽ എന്ന് അല്ലാഹു തആല പറയുന്നു. ഇസ്ലാമിന്റെ ശത്രുവിനെ നേരിടാൻ ആവശ്യമാകുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ ഖുവ്വത്ത് പരമാവധി സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ കുതിര കെട്ടി നിങ്ങൾ ഏത് സമയത്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് സജ്ജരായിരിക്കുകയും വേണമെന്ന് ഖുർആൻ പറയുമ്പോൾ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അലാ അൽ ഖുവ്വത്തു അർറമ്യു. ഇവിടെ അസ്തതഅതു മിൻ ഖുവ്വ എന്ന് പറഞ്ഞതുകൊണ്ട് അമ്പെയ്ത്താണ് അള്ളാഹു തആല ലക്ഷ്യം വെക്കുന്നത്. ഇന്നത്തെ ബോംബർ വിമാനങ്ങൾക്ക് പകരം, അതല്ലെങ്കിൽ ഇന്നത്തെ പീരങ്കിക്ക് പകരം ഉപയോഗിച്ചിരുന്നത് അന്ന് അമ്പെയ്ത്താണ്. അമ്പെയ്ത്ത് കല എന്നത് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കലയാ. ഈ കല ബഹുമാനപ്പെട്ട ഷാഫി റളിയല്ലാഹു തആല അൻഹു അഭ്യസിച്ചു എന്ന് മാത്രമല്ല, മത്സരങ്ങളിൽ 10ൽ 10 കുറിക്ക് കൊള്ളിക്കാൻ മാത്രം ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു അമ്പെയ്ത്ത് കലയിൽ വിദഗ്ധനായിരുന്നു. മനസ്സിലായില്ലേ? 10ൽ 10 അത് ഉണ്ടാവാറില്ല. 10ൽ 9 എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും A+ കിട്ടി ജയിച്ചു എന്ന് പറയും പോലെയാണ് 10ൽ 9 എന്ന് പറഞ്ഞത്. എന്നാൽ 10ൽ 10 എന്ന് പറഞ്ഞത് അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ അപ്പുറം. അങ്ങനെ 10ൽ 10 കുറിക്ക് കൊള്ളിക്കാൻ മാത്രം കൃത്യമായ അമ്പെയ്ത്ത് വിദഗ്ധനായിരുന്നു ഇമാം ഷാഫി റളിയല്ലാഹു തആല. എന്നാൽ ഇന്നത്തെ ഫൈറ്റർ വിമാനങ്ങൾക്ക് പകരം അന്ന് പടക്കുതിരകളായിരുന്നുവല്ലോ ഉപയോഗിച്ചിരുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖുർആനും പ്രത്യേകിച്ച് റിബാത്തുൽ ഖൈൽ പറഞ്ഞു. അതിന് കുതിര സവാരിയും കുതിരപ്പുറത്തുള്ള അഭ്യാസങ്ങളും പരിശീലിക്കുക എന്നത് ദീനിന്റെ ഭാഗമാണ്. അങ്ങനെ അമ്പെയ്ത്തിന് പുറമെ കുതിര സവാരിയിൽ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് തനിക്ക് സമാനരില്ലായിരുന്നു. ഓരോന്നിനുണ്ടല്ലോ. ഈ മത്സരത്തിൽ 10ൽ 10 എന്ന് പറഞ്ഞത് അമ്പെയ്ത്തിന്റെ അവസ്ഥയാണ്. എന്നാൽ കുതിര ഓട്ടത്തിൽ അങ്ങനെയല്ല. കുതിരയോട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ വൈദഗ്ധ്യം പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നത്, പടക്കുതിരയെ ശക്തിയായി ഓടിച്ച് ആ ഓടുന്ന സമയത്ത് ഒരു കൈ കൊണ്ട് സ്വന്തം ചെവി പിടിക്കുകയും മറ്റൊരു കൈ കൊണ്ട് ഓടുന്ന കുതിരയുടെ ചെവി പിടിക്കുകയും ചെയ്തുകൊണ്ട് ഓടുക. ഇതിന്റെ മേലുള്ള ഒരു കുതിരാഭ്യാസമല്ല. മനസ്സിലായില്ലേ? കുതിരാഭ്യാസത്തിന്റെ ഏറ്റവും മേലെയുള്ള അഭ്യാസമാണ്
ഓടുന്ന കുതിര, അതിന്റെ പടക്കുതിരയാണ്. ആ പടക്കുതിരന്റെ പറക്കുന്ന സമയത്ത് ഒരു കൈ കൊണ്ട് സ്വന്തം ചെവി പിടിക്കുക, മറ്റേ ഒരു കൈ കൊണ്ട് ഈ കുതിരന്റെ ചെവിയും പിടിക്കുക, എന്നിട്ട് അങ്ങനെ ഓടുക. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ഓടുമായിരുന്നു. അപ്പോ രാജ്യരക്ഷാ രംഗത്ത് ഏറ്റവും വിദഗ്ധനായ ഒരു പോരാളിയാകാൻ പറ്റുന്ന നിലക്ക് അമ്പെയ്ത്ത് വിദഗ്ധനും കുതിരസവാരി വിദഗ്ധനുമായിരുന്നു ഇമാം ഷാഫി. എന്നിട്ട് പിന്നെ ഇതൊക്കെ പഠിച്ചിങ്ങനെ പള്ളിക്ക് കുത്തിരിക്കുമായിരുന്നു? ഒരിക്കലുമല്ല. ഈജിപ്തിലെ തന്റെ ജീവിതകാലത്ത് അന്ന് ഏറ്റവും കൂടുതൽ ഭീഷണി അലക്സാണ്ട്രിയ കടപ്പുറമായിരുന്നു. പോർച്ചുഗീസുകാർ മുതൽക്കുള്ള പല ശത്രുക്കളും അക്കാലത്ത് തന്നെ ഈജിപ്തിനെ ആക്രമിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് മുസ്ലിം സൈന്യം എപ്പോഴും അലക്സാണ്ട്രിയയിലെ കടപ്പുറത്ത് കാവലിരിക്കുക, രാജ്യരക്ഷയ്ക്ക് വേണ്ടി കാവലിരിക്കുക പതിവാ. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു നൈറ്റ് ഡ്യൂട്ടിക്ക് പോരായിരുന്നു. അങ്ങനെ രാത്രി ഇശാ വരെ ദർസും ഇൽമു പഠിക്കലും ഒപ്പിക്കലും കിതാബ് എഴുതലൊക്കെ ആയിരിക്കും. ഇശാ നിസ്കരിച്ചു കഴിഞ്ഞാൽ താൻ പോകും, തന്റെ ആവനാഴിയും അസ്ത്രവുമായി കൊണ്ട് കടപ്പുറത്ത് പോയിട്ട് സൈന്യങ്ങളോടൊപ്പം സെൻട്രി നിൽക്കും. എന്തിനാ? ശത്രു ഏത് സമയത്തും കടന്നു വരാം അവരെ നേരിടാൻ വേണ്ടി. എന്നാ അവിടെ ഇങ്ങനെ വെറുതെ കുത്തിരിക്കല്ല. ആ നിന്ന നൃത്തത്തിൽ യോദ്ധാവായിക്കൊണ്ട് അതിർത്തി രക്ഷയ്ക്ക് വേണ്ടി ഉറക്കമൊഴിക്കുമ്പോൾ ഖുർആൻ ഓതിക്കൊണ്ട് നിസ്കരിക്കുകയായിരിക്കും. സൈന്യങ്ങളോടൊപ്പം അതിർത്തി രക്ഷയ്ക്ക് വേണ്ടി ഉറക്കമൊഴിക്കുമ്പോൾ ഇമാം അവർ ചെയ്യുന്നത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. ഹിഫ്ളുൽ ഖുർആൻ 7-ാം വയസ്സിൽ ഖുർആൻ ഹിഫ്ളാക്കിയ ഇമാമാണ്. അങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ട് ഫജ്റാകുന്നത് വരെ ശത്രുവിന്റെ കടന്നുകയറ്റത്തെ, ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി കടപ്പുറത്ത് പോയി അമ്പും വെള്ളും എടുത്തുകൊണ്ട് കാവലിരിക്കുകയും, അതാണ് റിബാത്തു യൗമിൻ ഔ ലൈലത്തിൻ ഫീ സബീലില്ലാഹ്. ഈ ഒരു രാത്രി ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ അതിർത്തി രക്ഷയിൽ ആക്കു വേണ്ടി കാവലിരുന്നാൽ, എനിക്ക് ഒരു പകല് കാവലിരുന്നാൽ ഒരടിമയെ ഇതൊക്കെ ചെല്ലിയതുപോലെ, അഥവാ തന്നെ നരകത്തിൽ നിന്നിട്ട് മോചിപ്പിക്കാൻ ഒറ്റ രാത്രി മതി. എന്നാൽ ദിവസങ്ങളോളം ഇത്തരം ഭീഷണിയുള്ള കാലഘട്ടങ്ങളിൽ ഇമാം അവർകള് ഈജിപ്തിൽ കടപ്പുറത്ത് ശത്രുക്കളെ കടന്നുകയറ്റം തടയാൻ വേണ്ടിയിട്ട് അതിർത്തി രക്ഷാസേനയുടെ ഒപ്പം കാവല് നിൽക്കുമ്പോൾ രാത്രി ഖുർആൻ ഓതി നിസ്കരിച്ചു കൊണ്ടായിരുന്നു. ഇങ്ങനെ രാജ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ, അതുപോലെ തന്നെ വൈദ്യശാസ്ത്ര രംഗത്ത് വിദഗ്ധനായതോടുകൂടി ദർസിന്റെ രീതി എങ്ങനെ നമ്മളെ ദർസ് പോലെയല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തങ്ങളൊക്കെ ദർസിനെ പറ്റി പറഞ്ഞതുപോലെ രാവിലെ സുബ്ഹി നിസ്കരിച്ചാൽ ഉടനെ ദർസ് തുടങ്ങും. അവിടെ കൂട്ടത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ ചില കുട്ടികളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ ഈ ഉസ്താദന്മാർക്ക്, മൗലിയാമാർക്കൊന്നും ഇബാദത്ത് കുറവാ. അതേ സമയത്ത് ഈ സൂപ്പികൾ എന്ന് പറയുന്ന കൂട്ടരുണ്ടല്ലോ, ഓൽക്ക് എന്ത് ഇബാദത്താ. കാരണം തഹജ്ജുദ് നിസ്കരിച്ച് തുടങ്ങിയാ പിന്നെ ഒരു സുബ്ഹി നിസ്കരിച്ച് ആ ഇരുന്ന ഇരുത്തത്തിലിരുന്ന് ഇഷ്റാഖിന്റെ സമയം വരെ എന്ത് ചെയ്യും? ദിക്ർ ചൊല്ലും. ഇഷ്റാഖ് നിസ്കരിച്ചിട്ട് പിന്നെ ഖുർആൻ ഓതും, എന്നിട്ട് പിന്നെ ദുആസ്കരിക്കും. ഈ മൗലിയാമാർക്ക് അതൊന്നുമില്ല. എന്താ? ഈ തഹജ്ജുദ് നിസ്കരിച്ചെങ്കിൽ നിസ്കരിച്ച്, സുബ്ഹി നിസ്കരിച്ച് കഴിഞ്ഞാല് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ 51 ചൊല്ലി തരും. അത് കഴിഞ്ഞാ പിന്നെ നേരെ ദർസ്ക്കാണ് കുത്തിരിക്കുക. എന്നാൽ ഈ സാധുക്കൾക്ക് അറിഞ്ഞോ, ഔലാമാ ഉൻഫിഖത്ത് ഫീ നഫായിസുൽ ഔഖാത്ത്, വിലമതിക്കാനാവാത്ത രത്നങ്ങൾ ചെലവാക്കുന്നതിൽ ഏറ്റവും അനുയോജ്യമായത് ഇൽമിന് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം മറ്റേ ദിക്റും തസ്ബീഹും ഒക്കെ നല്ലത് തന്നെ, പക്ഷെ അത് അവനാന് മാത്രമേ ഫലപ്പെടുള്ളൂ. അതിന് ലാസിം എന്ന് പറയും. അതേസമയത്ത് ഇൽമു പഠിപ്പിച്ചാൽ അവനാന് സ്വന്തം തനിക്കും ഉപകാരപ്പെടും, ലോകത്തിനും ഉപകാരപ്പെടും. ലാസിമായ ഇബാദത്തിനേക്കാൾ അഫ്ളല് മുതഅദ്ദിയായ ഇബാദത്താണ് എന്ന് പറഞ്ഞാൽ തനിക്ക് മാത്രം ഫലപ്പെടുന്ന ഇബാദത്തിനേക്കാൾ ഫലം കിട്ടുക, അള്ളാന്റെ അടുക്കൽ കൂലി കിട്ടുക, മറ്റുള്ളവർക്ക് കൂടി അഥവാ ലോകത്തിന് കൂടി ഫലം ചെയ്യുന്ന അതാണ് ഇൽമ്. അതുകൊണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ചെയ്തിരുന്നത്, ഇന്നത്തെ ഉസ്താദന്മാരൊക്കെ അങ്ങനെ തന്നെ ചെയ്യുക, സുബ്ഹി നിസ്കരിച്ചോടൊപ്പം തന്നെ ഇരിക്കും. ആദ്യം ഖുർആന്റെ ആളുകളാ വരിക. ഇപ്പോഴും അതാ ഇന്ന് ഉസ്താദന്മാരൊക്കെ ചെയ്യുന്ന ശൈലി അതാ. സുബ്ഹി നിസ്കരിച്ച ആദ്യം ഒരു തഫ്സീർ ക്ലാസ് ആണ് നടത്തുക. ആ കാരണം എന്താ? അങ്ങനെയാണ് ഇമാമിങ്ങളൊക്കെ പണ്ട് പഠിപ്പിച്ചു വന്നത്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു സുബ്ഹി നിസ്കരിച്ച് ഇരിക്കുക ഖുർആൻ ഓതും.
ഓത്തിന്റെ കഥ പറയണ്ട. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു അല്ലാഹു തആല കൊടുത്ത ഒരുപാട് അനുഗ്രഹങ്ങളിൽപ്പെട്ടതായിരുന്നു വശ്യസുന്ദരവും മധുരമൂർന്നതുമായ ശബ്ദം. അവിടുത്തെ ശബ്ദം കേട്ടാൽ ഏതൊരാളും നല്ല മണിയടിക്കുന്ന ശബ്ദം പോലെയായിരുന്നു ഇമാം അവറുകളുടെ ശബ്ദം. ഖുർആൻ ഓതുന്നത് കേട്ടാൽ കുറച്ചൊരു ഈമാനുള്ള ആളുകൾ കരഞ്ഞ് എത്രയോ ആളുകൾ ബോധം കെട്ടു വീഴുമായിരുന്നു ഇമാം ഷാഫി റളിയല്ലാഹു തആല ഖിറാഅത്ത് കേട്ടാൽ. അങ്ങനെ ഖുർആൻ ഓതും, എന്നിട്ട് അതിന്റെ തജ്വീദ് നിയമങ്ങൾ പറഞ്ഞു കൊടുക്കും, എന്നിട്ട് അതിന്റെ തഫ്സീർ ചെയ്യും. അങ്ങനെ സൂര്യ ഉദിക്കുന്നത് വരെ അതാ പണി. ഖുർആനുമായിട്ടുള്ള ബന്ധം ആ ഓതുക, അതിന്റെ തജ്വീദിന്റെ നിയമം പഠിപ്പിച്ചു കൊടുക്കുക, അതിന്റെ തഫ്സീർ പറഞ്ഞു കൊടുക്കുക, അതിന്റെ നാസിഖ് മൻസൂഖ് മനസ്സിലാക്കി കൊടുക്കുക, അതിന്റെ ആമ ഖാസ് മനസ്സിലാക്കി കൊടുക്കുക, അതിന്റെ മുഖയ്യദ് മുത്തലഖ് മനസ്സിലാക്കി കൊടുക്കുക, അതിന്റെ മുഖദ്ദം മുഅഖർ മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെ തുടങ്ങി ഖുർആനുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങളിലായിരിക്കും സൂര്യോദയം വരെ. അത് കഴിഞ്ഞാൽ തഫ്സീർ ക്ലാസ് അവസാനിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് എഴുന്നേറ്റ് പോകല്ല, അപ്പോഴേക്ക് ഹദീസ് പണ്ഡിതന്മാർ വന്നിരുന്നു. പിന്നെ ഹദീസായി, ഹദീസ് പറയുന്നു, അതിന്റെ സനദിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നു, സനദിലെ റിജാൽ എന്ന് പറയുന്ന ഓരോരുത്തരെ സംബന്ധിച്ചും താരീഖ് പറയുന്നു, അതിന്റെ ഗുണഗണങ്ങൾ പറയുന്നു, അതിന്റെ ബലാബലങ്ങൾ പരിശോധിക്കുന്നു. അങ്ങനെ ഏകദേശം ദുഹാ സമയം വരെ ഹദീസുമായിട്ട്. അത് കഴിഞ്ഞാൽ അപ്പോഴേക്ക് ഫിഖ്ഹിന്റെ ആളുകൾ വരും. പിന്നെ ഫിഖ് സംബന്ധമായ ചർച്ചയായി. അങ്ങനെ ഫിഖ് ചർച്ച കഴിയുമ്പോൾ അപ്പോ വരും ഭാഷാ സാഹിത്യ നഹ്വ് പഠിക്കുന്നവര്, സർഫ് പഠിക്കുന്നവര്, അതുപോലെ തന്നെ ബലാഗത്ത് പഠിക്കുന്നവര്, ബയാന് പഠിക്കുന്നവര്, ബദിയ പഠിക്കുന്നവര്, ഭാഷാശാസ്ത്ര സാഹിത്യവുമായി ബന്ധപ്പെട്ട ശാഖകളാണ്. അത് കഴിയുമ്പോക്കുണ്ട് കവികൾ വരുന്നത്. അപ്പൊ ആ കവിത അന്ന ഗോത്രത്തിന്റെ കവിത, അതിനുള്ള ശരി, അത് ശരിക്കും എങ്ങനെ വായിക്കേണ്ടത്, അല്ലെങ്കിൽ ആ കലിമത്തിന്റെ അർത്ഥം എന്താണ്, ഇങ്ങനെ ഉച്ച കഴിയുന്നത് വരെ ആ ഇരുന്ന ഇരിപ്പിൽ ദർസ. ഉച്ച കഴിഞ്ഞ ഉടനെ എഴുന്നേൽക്കും. പിന്നെ മറ്റു കാര്യങ്ങളുമായിട്ട് അപ്പോൾക്ക് ചിലപ്പോൾ ചില സംശയങ്ങളുമായിട്ട് ആളുകൾ വന്നിട്ടുണ്ടാവും, ഫത്വക്ക് ആളുകൾ വന്നിട്ടുണ്ടാവും, അത് എഴുതി കൊടുക്കണം, അതല്ലെങ്കിൽ ഗ്രന്ഥരചന നടത്തും. ഇങ്ങനെ നേരം പുലർന്നാൽ വൈകുന്നേരം വരെയും പകൽ മുഴുവനും സജീവമാവും. രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞ് കിടക്കുക, രാത്രി 3-1 കിടക്കുക, ഉറങ്ങുന്നതിന് പറഞ്ഞുകൂടട്ടോ. ഈ അബൂ ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു ഇമാം അവർകൾ ഖിദ്മത്തിനായിട്ട്. എന്നാൽ രാത്രി ഇശാ കഴിഞ്ഞാല് ഇമാം അവർകൾ കിടക്കുമ്പോൾ വിളക്കണക്കും. വിളക്ക് കെടുത്തി കിടന്ന കുറച്ചു നേരം കഴിയുമ്പോക്ക് ഉറക്കങ്ങനെ വരുന്നുണ്ടാവുള്ളൂ. അപ്പോക്ക് ഈ പെണ്ണിനെ വിളിക്കും, വിളക്കെത്തിക്കാറ്. അപ്പൊ ഈ സാധു എഴുന്നേറ്റ് വിളക്കെത്തിക്കും. വിളക്കെത്തിച്ചാൽ കടലാസും പേനയും കൊണ്ടുവരാൻ പറയും, അത് ചെയ്തു. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇത്രയും സമയം ഇൽമിന്റെ ഓരോ ബാബ് സംബന്ധമായ ചിന്തയിലായിരുന്നു. അതിന്റെ രൂപപ്പെട്ടു വന്ന ഭാഗം അപ്പോൾ തന്നെ എഴുതി വെക്കുക. അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ പേനയും കടലാസും എടുത്ത് വെക്കും, വിളക്കെടുക്കാൻ പറയും. വിളക്കെടുത്ത് കുറച്ചു നേരം കഴിയുമ്പോക്ക് പെണ്ണിനെ വീണ്ടും വിളിക്കും. ഓക്കെ, എന്നിട്ട് വിളക്കെത്തിച്ചാണ്, എഴുന്നേറ്റ് വിളക്കെത്തിക്കുമ്പോൾ വേറെ വിഷയത്തിൽ എഴുതാനുണ്ടാവും, അത് എഴുതും. അത് എഴുതി കഴിഞ്ഞിട്ട് വിളക്കെടുത്തി കിടക്കും. കുറച്ച് കഴിയുമ്പോക്ക് പെണ്ണിനെ വീണ്ടും വിളിക്കും, വിളക്കെത്തിക്കാറ്. ഇങ്ങനെ ഈ രാത്രി 3-1 ഉറങ്ങാറ് നമ്മളേക്ക് ഉറങ്ങുന്ന പരിപാടിയല്ല. ഈ വിശ്രമിക്കാൻ വേണ്ടി രാത്രിയുടെ 3-1 ഉപയോഗിക്കുന്നത് ഇങ്ങനെയാ. അപ്പോ ഒരിക്കൽ ശിഷ്യനാണെങ്കിലും എന്തും പറയും ഇമാം അവർക്കുള്ള ഈ അബൂ ഇസ്ഹാഖ് ഇമാം ബുവൈത്തി, അല്ല തങ്ങളെ, നിങ്ങളെ കൊണ്ട് ഈ പെണ്ണ് പെടങ്ങാറായല്ലോ, കഷ്ടപ്പെട്ടല്ലോ, ആ സാധുവിനൊന്ന് കിടന്നുറങ്ങാൻ സമയം കിട്ടുമോ? നിങ്ങൾ ഇങ്ങനെ 10 മിനിറ്റിന് വിളക്കാടെ കത്തിച്ചൂടെ? എന്നാ പിന്നെ ഇതിനെങ്ങനെ വിളിച്ചു കൊടുക്കണോ? അപ്പൊ പറഞ്ഞ് വെളിച്ചത്തിൽ ആലോചനക്കൊരു മനസ്സിന് ഒരു ഏകാഗ്രത കിട്ടൂല. ഏകാഗ്രത കിട്ടാഞ്ഞാൽ ചിന്തക്ക് വെളിച്ചുണ്ടാവൂല. അതുകൊണ്ട് ആ വിളക്ക് കെടുത്തുന്നത്. ഇങ്ങനെ 3-1 കിടക്കുക. ഈ കിടക്കുന്ന സമയത്ത് തന്നെയാണ് ഈ വിഷയങ്ങൾ മസ്അലകളെ സംബന്ധിച്ച് ചിന്തിക്കുന്നതും അവ അപ്പോൾ തന്നെ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യും. പിന്നെ 3-1 ഇൽമിന് ഉപയോഗപ്പെടുത്തും, 3-1 ഇങ്ങനെ വിശ്രമിക്കും, ബാക്കി 3-1 എഴുന്നേറ്റ് ഇബാദത്തിൽ മുഴുകും. ഇങ്ങനെ ഇബാദത്തിലും രാജ്യസേവനത്തിലും വിജ്ഞാന പ്രചരണത്തിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കുറച്ച് ആയുസ്സേ കൊടുത്തുള്ളൂ. എങ്കിലും ഒരു യുഗം മുഴുവനും ജീവിച്ചാൽ സാധിക്കാത്ത മഹാത്ഭുതമാണ് മഹാനായ ഇമാം അവർകൾ സാധിച്ചെടുത്തത്. മഹാനായ ഇമാം അവർകൾ പറയാണ്, ഖുർആൻ ഷരീഫിൽ പറയുന്ന ഓരോ കലിമത്തും
ആദ്യം മുതൽ അവസാനം വരെയുള്ള ഓരോ കെലിമത്തും അതിന്റെ ഉദ്ദേശം എന്താണ്, അതിന്റെ ആശയം എന്താണ്, അതിന്റെ വ്യാഖ്യാനം എങ്ങനെയാണ്, ഭാഷാപരമായി അതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാത്ത ഒരു കെലിമത്ത് എനിക്ക് ഉണ്ടായിരുന്നില്ല. അത്രമാത്രം ഭാഷയിൽ ആഴത്തിലിറങ്ങി പഠിച്ച മഹാനവറുകൾ. നമ്മളെ സെക്കരിയ ഉണ്ടല്ലോ, ജിന്ന് പറയണ്ടല്ലോ, ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന് തെറ്റുപറ്റിയതാണ്. ഏത് ഔ ലാമസ്തു മുന്നിസ എന്ന് പറഞ്ഞാൽ സംയോഗം ചെയ്യാന്നാണ്. അവിടെ തൊടുക എന്ന് പറഞ്ഞ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തെറ്റുപറ്റിയതാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ വിജ്ഞാന സാഗരത്തിന്റെ ഒരു തുള്ളി പോയിട്ട് അതിൽ നിന്നുള്ള ഒരു കണിക പോലും കിട്ടാത്ത ഇന്നത്തെ ലോക പണ്ഡിതന്മാർ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനെ വിലയിരുത്താൻ പോയാൽ ഞാൻ അതിനെപ്പറ്റി ഇപ്പൊ പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനോട് യോജിക്കുന്നവരുമുണ്ട് വിയോജിക്കുന്നവരുമുണ്ട് പണ്ഡിത ലോകത്ത്. എന്നാൽ മഹാനവറുകളുടെ പാണ്ഡിത്യത്തിലും അറിവിലും കഴിവിലും സംശയമുള്ള ഒരു പണ്ഡിതനും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. അത് ഭാഷാപരമാവട്ടെ, ഖുർആനും സുന്നത്തുമാവട്ടെ, ഏതുമാവട്ടെ. കുട്ടിയായി മുത്തഅല്ലിമായിരുന്ന കാലത്ത് വലിയ ഇമാമിയങ്ങളായ ഉസ്താദന്മാര് ഹദീസിന്റെ വ്യാഖ്യാനവും അർത്ഥവും ഇമാം അവറുകളോട് ഇങ്ങോട്ട് ചോദിക്കുകയായിരുന്നു. മഹാനായ ഇബ്നു ഉയൈന റളിയല്ലാഹു തആല അൻഹു മക്കയിൽ അറിയപ്പെട്ട വലിയ മുജ്തഹിദാണ്, വലിയ ഇമാമാണ്. ഹദീസിലും ഫിഖ്ഹിലും തഫ്സീറിലും ഒക്കെ അറിയപ്പെട്ട വലിയ മുജ്തഹിദായ ഇമാമാണ് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു തആല അൻഹു. ഇമാം അവറുകളുടെ ഗുരുനാഥന്മാരിൽപ്പെട്ട ഒരു മഹാനുമാണ്. ദർസ് ഹദീസ് ഇങ്ങനെ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഹദീസിന്റെ ആശയത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിലുള്ള ഏതെങ്കിലും ഒരു കെലിമത്തുകളെ സംബന്ധിച്ച് എന്തെങ്കിലും അവ്യക്തതയോ മനസ്സിലാകായോ ഉണ്ടെങ്കിൽ അന്ന് 13 അല്ലെങ്കിൽ 14 വയസ്സായിട്ടുള്ള ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ആ സമയത്ത് ചോദിക്കും, മാ തഖൂലു യാ അബാ അബ്ദില്ല, അബൂ അബ്ദുള്ള നിങ്ങൾ എന്ത് പറയുന്നു ഈ ഹദീസിനെ പറ്റി? ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഈ മുജ്തഹിദായ വലിയ ലോകപ്രസിദ്ധ ഇമാമാവുന്ന സ്വന്തം ഗുരുനാഥനാ ചോദിക്കുന്നത്, കുട്ടിയാവുന്നത് എന്റെ ശിഷ്യനോട്. കാരണം നേരത്തെ അറിയാം ആരാണ് ഇമാം ഷാഫി. ഒരിക്കൽ ഒരു ഹദീസ് ഉണ്ടല്ലോ, പ്രസിദ്ധം എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു ഹദീസിൽ ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് മസ്ജിദ് നബവിയിൽ ഇത്തികാഫിരിക്കുകയാണ് രാത്രി. ഈ ഇത്തികാഫിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സഫിയ റളിയല്ലാഹു തആല ഉമ്മുൽ മുഅ്മിനീന സഫിയ റളിയല്ലാഹു തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി എന്തോ കാര്യം സംസാരിക്കാനുണ്ട്. അങ്ങനെ പള്ളിയിൽ വന്നതാ. അപ്പൊ പള്ളിയിൽ പോയി എന്ന് പറയണ്ട, ഇത് ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞു, ആളുകളൊക്കെ പിരിഞ്ഞു പോയി, ആരുമില്ലാത്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്തോ കാര്യം സംസാരിക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ സംസാരം കഴിഞ്ഞു, അവര് പോവുകയാണ് വീട്ടിലേക്ക്. അപ്പൊ പോകുന്ന സമയത്ത് ഒരു ബഹുമാനിച്ചുകൊണ്ട് അവരെ ഒറ്റക്ക് വിടണ്ടല്ലോ എന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കൂടെ കുറച്ചാണ് പോയി, അവരെ യാത്ര അയക്കാൻ വേണ്ടി. രാത്രിയല്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരു പെണ്ണും കൂടി രാത്രി പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന കാണുന്നു. അൻസ്വാരികളായ 2 സ്വഹാബികൾ എന്തോ ഒരു ആവശ്യം കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുക. അപ്പോ പോകുന്ന വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഈ സ്ത്രീയെയും കൂടി കണ്ടപ്പോ അവരൊന്ന് വേഗമാണ് നടന്നു. ഈ 2 അൻസ്വാരികൾ അല്പം വേഗമാണ് നടന്നു. നടന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, അലാ റിസ്ലികുമാ, അവിടെ നിൽക്കീന്ന് പറഞ്ഞു. അവിടെ നിൽക്കീൻ, ഒരു പോലിയർ. എന്നിട്ട് പറഞ്ഞു, ഇന്നഹ സഫിയ ബിൻത് ഹുയൈ, ഇതേ വേറെ ആരുമല്ല, ഉമ്മുൽ മുഅ്മിനീന സഫിയ റളിയല്ലാഹു തആല അൻഹയാണ്. അവരെന്തോ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അവരെ യാത്ര അയക്കാൻ നിലക്ക് അവരെ അങ്ങോട്ട് കൂട്ടി വീട്ടിലേക്ക് വിടാം എന്ന നിലക്ക് ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞപ്പം ഈ അൻസാരികളായ സ്വഹാബികൾ അങ്ങോട്ട് ബേജാറായി, അവർ സങ്കടപ്പെട്ടു. സുബ്ഹാനല്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ,
തങ്ങൾ ഞങ്ങൾക്ക് വിശദീകരണം തരേണ്ട ആവശ്യമുണ്ടോ? തങ്ങളെ പറ്റി ഞങ്ങൾ എങ്ങനെ തെറ്റിദ്ധരിക്കോ? അള്ളാന്റെ ഹബീബായ തങ്ങളെ പറ്റി ഞങ്ങൾ തെറ്റിദ്ധരിക്കോ? മാസൂമല്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അങ്ങനെ പറയണ്ട. ഇന്ന ശൈത്വാന ലയജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദം. പിശാച് മനുഷ്യന്റെ രക്തം ഓടുന്നോടത്തൊക്കെ പിശാച് സഞ്ചരിക്കും. ഫഹശീതു അൻ യുൽഖിയ ഫീ ഖുലൂബികും അശറ. പിശാച് വല്ല ദുർബോധനവും നിങ്ങളുടെ മനസ്സിൽ ഇട്ടുവെക്കുമോ എന്ന് ഞാൻ പേടിച്ചു. അതുകൊണ്ട് ഇത്തഖൂ മവാദിഅ തുഹം, തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല തെറ്റിദ്ധാരണക്ക് വഴിവെക്കരുത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ഹദീസിനെ കുറിച്ച് ഞമ്മക്കിപ്പോ വാഹിറാണ്, പക്ഷേ അതിന്റെ ഉള്ളിൽ വലിയ അപകടമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിനെ കുറിച്ച് മാദാ തഖൂലു ഫീഹ യാ അബാ അബ്ദില്ലാ. സുഫിയാൻ ഇബ്നു ഉയൈന ലോകപ്രസിദ്ധനായ മുജ്തഹിദാണ്. അന്ന് ഇമാം ഷാഫി തങ്ങൾക്ക് 14-15 വയസ്സായിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. ആ സമയത്താണ് മഹാനവർകൾ ചോദിക്കുന്നു, ഈ ഹദീസിനെ പറ്റി എന്ത് പറയുന്നു നിങ്ങൾ എന്ന് ഇമാം ഷാഫി തങ്ങളോട് ഉസ്താദ് ചോദിക്കണം. അതിന് മഹാനവർകൾ പറഞ്ഞു, ഈ ഹദീസിന്റെ ആശയം ഖിയാമത്ത് നാൾ വരെ വരുന്ന മോമിനീങ്ങളായ ആളുകൾ ഇങ്ങനെയുള്ള സംശയാസ്പദമായ വല്ല സാഹചര്യവും ഉണ്ടായാൽ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ച് കുറ്റക്കാരാവാതിരിക്കാൻ വേണ്ടി കാര്യത്തിന്റെ നിജസ്ഥിതി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ജനങ്ങളെ തെറ്റിദ്ധരിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, തെറ്റിദ്ധരിക്കാനുള്ള സാഹചര്യവും നിലനിർത്താൻ പാടില്ല എന്ന ആശയം പിൽക്കാലത്ത് വരുന്ന മോമിനീങ്ങളെ പഠിപ്പിക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദ്ദേശം. അല്ലാതെ ഈ മഹാന്മാരായ അൻസാരികളായ 2 സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെറ്റിദ്ധരിക്കും എന്ന് സംശയിച്ചത് കൊണ്ടല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെറ്റിദ്ധരിക്കുന്നത് കുഫ്രിയത്താണ്. അൻസാരികളായ സഹാബികളിൽ ഒരിക്കലും അത് വരില്ല. അപ്പൊ അതല്ല, നബി തങ്ങൾ ഏതോ പെണ്ണിന്റെ ഒപ്പം പോവുകയാണ് എന്ന് ഒരിക്കലും സഹാബാക്കൾ വിശ്വസിക്കൂല. അങ്ങനെ വിശ്വസിച്ചാൽ കാഫറായി പോകും. അതല്ല ഹദീസിന്റെ അർത്ഥം. ഇനി ഖിയാമത്ത് നാൾ വരെ വരുന്ന മോമിനീങ്ങളായ ആളുകൾക്ക് ഒരു പാഠം പഠിപ്പിക്കുകയാണ് ഈ ഹദീസിലൂടെ നബി തങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെ തെറ്റിദ്ധാരണ ജനകമായ വല്ല സാഹചര്യത്തിലും താൻ പെട്ടാൽ ഈ വ്യക്തികളോട് കാര്യത്തിന്റെ നിജസ്ഥിതി പറഞ്ഞു കൊടുത്ത് തെറ്റിദ്ധാരണ നീക്കണം എന്നൊരു പാഠം കൊടുക്കുകയാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു തആല അൻഹു സന്തോഷിച്ച്, അൽഹംദുലില്ലാഹ് ലാ യതീനാ മിൻ ജാനിബിക ഇല്ലാ മാ നുഹിബ്. മോനെ, സന്തോഷപ്പെട്ടതല്ലാതെ നീ നിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല. അപ്പൊ ഇങ്ങനെ വലിയ ഉസ്താദന്മാര് വരെ, മുജ്തഹിദീങ്ങളായ ഉസ്താദന്മാര് വരെ, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നിട്ട് ഖുർആനിന്റെയും സുന്നത്തിന്റെയും താല്പര്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചു പഠിക്കാം. അതുപോലെ തന്നെ മദീനത്ത് ഓതി പഠിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു കുട്ടിയാണ്. കുട്ടി എന്ന് പറഞ്ഞാൽ 20 വയസ്സൊക്കെ ആയിരുന്നു. 20ാമത്തെ വയസ്സിലാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു മാലിക് ഇമാമിന്റെ അടുക്കൽ പഠിക്കാൻ പോയത് എന്നതാണ് കൂടുതൽ പറയപ്പെട്ട അഭിപ്രായം. 15ാം വയസ്സ് പോയിട്ടെന്ന് ചില അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അത് അത്രത്തോളം ശരിയല്ല. 20ാമത്തെ വയസ്സിലെന്ന ഏതായാലും ആട്ടെ, 20 വയസ്സായ ഒരു നല്ല യുവാവ് ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു ആണെങ്കിലോ ലോക പ്രശസ്തനായ ഇരുത്തം ചെന്ന ഒരു വലിയ ഇമാം. അങ്ങനെ ഒരു കേസ് വന്നു മാലിക് ഇമാമിന്റെ അടുക്കൽ. എന്താ കേസ്? ഒരു കച്ചവടക്കാരൻ ഈ പക്ഷികളെ, സൗന്ദര്യ പക്ഷികളെ വിൽക്കുന്ന കച്ചവടക്കാരനാണ്. അയാള് പംജി എന്ന് പറഞ്ഞിട്ട്, പ്രത്യേകിച്ച് ഒരു മണിപ്രാവ് എന്നാണ് അതിന് പറയാ. ഈ മണിപ്രാവ് എന്ന് പറയുന്നിട്ട് ഒരു പക്ഷിയുണ്ട്. ഈ പക്ഷി ഇങ്ങനെ കുറുകുന്നത് നല്ല ചുറുക്ക. അപ്പൊ അതിനു വേണ്ടി ആളുകൾ ഇതിനെ പോറ്റാറുണ്ട്. അപ്പൊ ഇയാള് കച്ചവടം ചെയ്യുമ്പോ ഇവിടെ അല്ലെങ്കിൽ തന്നെ ഈ അറബിയൊക്കെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, എന്തെങ്കിലും ആണ് പറഞ്ഞിട്ട് വല്ലാഹിൽ അദീം റബ്ബിൽ കഅബ എന്ന് പറയുന്നത് എന്നതുപോലെ ഈ കച്ചവടക്കാരൻ എന്ത് പറഞ്ഞു? ഈ മണിപ്രാവ് പാടാതിരിക്കുന്ന സമയമില്ല, അല്ലെങ്കിൽ എന്റെ പെണ്ണുങ്ങളെ തലാക്ക് 3 പോയി. ഈ മണിപ്രാവ് പാടാതിരിക്കുന്ന സമയമില്ല, അല്ലെങ്കിൽ എന്റെ പെണ്ണുങ്ങളെ തലാക്ക് 3 പോയി. അപ്പൊ കച്ചവടത്തിന് വേണ്ടി വല്ലാഹിൽ അദീം റബ്ബിൽ കഅബ പറയുമ്പോൾ പറഞ്ഞതാണ്. അതിപ്പോ എന്തായാലും ഉണ്ടാവില്ലല്ലോ. 24 മണിക്കൂറും പാടിക്കൊണ്ടിരിക്കുവോ? ഏത് ജീവിക്കൂല്ല, അതിന് ഭക്ഷണം, അതുപോലെ ഉറക്കം ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോ എന്തായാലും ഇത് പാടാതിരിക്കൂല എന്ന് പറഞ്ഞാൽ ഒരു സമയത്തും അത് നിശബ്ദനായിരിക്കൂല എന്ന് പറഞ്ഞ് 3 തലാഖ് കൊണ്ട് തലാഖില്ലേ അല്ലേ.
അപ്പോ മാലിക് ഇമാമ് തങ്ങൾ പറഞ്ഞു, നിന്റെ ഭാര്യയുടെ തലാക്ക് 3 പോയി. കാരണം പറയുന്ന എന്തായാലും ശരിയല്ലല്ലോ. ഇയാൾക്ക് ആകെ ഖിയാമം നിരന്നേക്കായി. കാരണം ഇനിയിപ്പോ എന്താ കാട്ടിന്, പെണ്ണുങ്ങളെ തലാക്ക് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞൊന്നുമല്ലേ, കച്ചവടത്തിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് പറഞ്ഞു പോയതാ. അങ്ങനെ എന്ത് പറയാണ്, ഇയാള് സങ്കടപ്പെട്ട് വേജാറായി തിരിച്ചു പോകാം. അപ്പൊ ഈ ഫത്വയും ഈ ചോദ്യമൊക്കെ ആര് കേട്ടാണ്? ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല കേട്ടത് കുട്ടിയ മുത്താലിമാണ് അവിടുത്തെ. ഇയാളെ ബേക്കുന്ന് ഇയാൾ ഇങ്ങനെ സങ്കടപ്പെട്ട് പോണ് കണ്ടപ്പം അടുത്ത് വിളിച്ചു, വരിന്ന് പറഞ്ഞു. എന്താ പ്രശ്നങ്ങളെ ചോദിച്ചു. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയി, എന്റെ പെണ്ണുങ്ങളെ തലാക്ക് 3 പോവും, ഇങ്ങനെ പൂർണ്ണമായും ഈ എല്ലാ സമയത്തും ഇത് പാടും, പാടാതിരിക്കുന്ന ഒരു സമയം തന്നെ ഇല്ലെങ്കിൽ തലാക്ക് പോകുന്നു ഞാൻ പറഞ്ഞു പോയതാണ്. അപ്പൊ എന്റെ തലാക്ക് പോയി എന്നാണ് ഇപ്പൊ ഇമാം അവർ ഫത്വ വന്നത് പറഞ്ഞു. ഷാഫി ഇമാം പറഞ്ഞു, നിങ്ങൾ വേജാറാണ്ടാന്ന്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഈ മണിപ്രാവ് അധികം സമയം ഇത് പാട്ട് പാടലാണോ മുണ്ടടക്കലാണോ? കുട്ടിയെ, അതിനെന്താ തർക്കം? അധിക സമയം പാട്ട് തന്നെയാണ്. കുറച്ച് സമയമൊക്കെ വിശ്രമം ഉണ്ടാവുന്നല്ലാതെ അധിക സമയവും അത് ഇങ്ങനെ രാഗം പാടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമുള്ള പക്ഷിയാണത്. എന്നാ നിങ്ങളെ പെണ്ണുങ്ങളെ തലാക്കൊന്നും പോയിട്ടില്ല, നിങ്ങളെ പെണ്ണുങ്ങളും നിങ്ങളുമായിട്ട് സുഖമായിട്ട് ജീവിച്ചോളി, നിങ്ങളെ കച്ചവടത്തിനൊരു കുഴപ്പമില്ല, പറഞ്ഞ സത്യം കൊണ്ട് നിങ്ങളെ ഭാര്യ തലാക്കാവൂല. അപ്പോ ഇമാം ഇങ്ങനെയാണല്ലോ പറഞ്ഞാൽ, ഇമാം അങ്ങനെ പറഞ്ഞോട്ടെ, ഇജ്ജോ പോയിട്ട് പറയും ഞാൻ അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ കാക്കാക്ക് നെതിട്ടിയേക്കായല്ലോ. കാരണം എന്താ, പെണ്ണുങ്ങളെ തലാക്ക് 3 പോയി എന്ന് പറഞ്ഞ് ബേജാറായി നിൽക്കുമ്പോഴാണല്ലോ ഇപ്പൊ ഈ നെതിട്ടി. സംഗതി മുത്താലിമാണെങ്കിലും അങ്ങനെ ഇയാള് തിരിച്ചു വന്ന് എന്തെവിടെ പോകുന്നു വെച്ച്, എങ്ങളെ കുട്ടികളെ പെട്ട മോലിയാരിറ്റികളിൽ പെട്ട ഒരു മോലിയാരിറ്റി പറയുന്നത് എന്റെ പെണ്ണുങ്ങളെ തലാക്ക് പോവില്ല. എന്താ അങ്ങനെ പറഞ്ഞ്? അപ്പൊ ഞാൻ പറഞ്ഞ്, ഉസ്താദ് ഇങ്ങനെ എന്റെ പെണ്ണുങ്ങളെ തലാക്ക് 3 പോകുന്നു ഫത്വ പറഞ്ഞെന്നൊക്കെ പറഞ്ഞപ്പോഴും ആ കുട്ടി പറയണത് ഇന്റെ പെണ്ണുങ്ങളെ തലാക്ക കൊണ്ട് പോവില്ല. ഏത് കുട്ടിയാണോ ചോദിച്ചു. അവിടെ ആ മൂലക്കൊരു ചെറിയ കുട്ടി, ആ കുട്ടിയാണ് പറഞ്ഞത്. അപ്പൊ നോക്കുമ്പോ ഷാഫി ഇമാമാണ്. അപ്പൊ വിളിച്ചു, മുഹമ്മദ് ഇവിടെ വാതാണ്. അടുത്ത് ഇയാളെ പെണ്ണുങ്ങളെ തലാക്ക് പോയിട്ടില്ല എന്നല്ല ഫത്വ കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തു. എന്തടിസ്ഥാനത്തിൽ കൊടുത്തു? അപ്പൊ പറഞ്ഞു, ഇമാമായിട്ടുള്ളവരെ, ഇവിടുന്ന് ഞങ്ങൾക്ക് റിവായത്ത് ചെയ്തു തന്ന സഹീഹായ ഹദീസ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഫത്വ ചോദിക്കാൻ വന്ന, അല്ല മുഷാവറ ചെയ്യാൻ വന്ന ഒരു സഹാബിയത്ത് എന്താ ചോദിച്ചത്? ഇന്നെ ഹബീബായ നബിയെ, ഇന്നെ കെട്ട് പറയുന്നുണ്ട് മുആവിയ റളിയല്ലാഹു അൻഹു, അബൂജഹ്മോ, ഇതിൽ ആരെയാണ് എനിക്ക് തിരഞ്ഞെടുക്കാൻ നല്ലത് എന്ന് മുഷാവറ ചെയ്യാൻ വന്നാണ്. അബൂജഹ്മിനെയും മുആവിയയും രണ്ടിൽ ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് മുഷാവറ ചെയ്യാൻ വന്നതാണ് ഹദീസിലെ ആണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമ്മ മുആവിയത്തു ഫസഅലൂകുൻ ലാ മഹല ലഹു വ അമ്മ അബൂജഹ്മിൻ ഫലാ തളഉ അസാഹു അൻ ആതിഖിഹി. എന്താ പറഞ്ഞത്? മുആവിയ പരമദരിദ്രനാ, ഓന്റെ അടുക്കൽ ഒന്നുമില്ല. ഈ അബൂജഹ്മാണെങ്കിലോ മൂപ്പര് തോളുന്ന് ബടി താഴെ വെക്കൂല. അതിന്റെ അർത്ഥം എന്താന്നുള്ളൊരു പഴയ അഭിപ്രായം. തോളുന്ന് താഴെ വടി വെക്കൂലാണ്, എപ്പോഴും യാത്രക്കാരനാണെന്നൊരു അഭിപ്രായം ഉണ്ട്. വേറൊരു അഭിപ്രായം അങ്ങനെയല്ല, അനങ്ങിയ തല്ലിട്ടും പെണ്ണുങ്ങൾക്ക്, ഭാര്യമാരെ വല്ലാതെ അടിക്കുന്ന സ്വഭാവമുള്ള ആളാണ് എന്നും പറഞ്ഞവരുണ്ട്. ഏതായാലും വേണ്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിവിടെ ഉപയോഗിച്ചത് മുആവിയ റളിയല്ലാഹുവിന്റെ കയ്യിൽ മുതലില്ല, ഫലാ മാലലോ, മുതലേ ഇല്ല. അതേ സമയത്ത് അബൂജഹ്മോ ഫലാ തളഉ അസാഹു അൻ ആതിഖിഹി, അവിടുത്തെ ചുമലിൽ നിന്നിട്ട് വടി താഴെ വെക്കയില്ല. എന്തായാലും ഉറപ്പല്ലേ, കുറെ സമയം വടി കൊണ്ട് പറഞ്ഞാല് കുറച്ചു നേരം കടന്നുറങ്ങുമ്പോ തന്നെ ഇത് താഴെ വെക്കുന്നു. അതുപോലെ തന്നെ മുആവിയ റളിയല്ലാഹുവിന്റെ അടുത്ത് വലിയ പൈസ ഒന്നും ഇല്ലെങ്കിൽ തുണി കുപ്പായം തന്നെയെങ്കിലും ഉണ്ടാവൂലേ, അതും ഒരു മുതലല്ലേ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അറബികളുടെ ശൈലി ആലിബിന് ഹുക്കുമ ചെയ്യലാണ്. ഒരു സംഗതി കൂടുതൽ എന്താണുള്ളത്, ആ കൂടുതലുള്ളതിന് ഹുക്കുമ കൊടുക്കും. അതുകൊണ്ട് അതിന്റെ മുഖാബില ഇല്ല എന്നതിന് അർത്ഥം വരൂല. എന്ന് പറഞ്ഞാൽ
മുതലില്ല എന്ന് പറഞ്ഞാൽ മുതൽ കുറവാണ്, ഇല്ലായ്മയാണ് കൂടുതൽ എന്നാണ് അതിനർത്ഥം. അതുപോലെ തന്നെ അബൂജഹ്മും വടി തായ വെക്കൂല പറഞ്ഞാൽ അധിക സമയത്ത് മൂപ്പരെ കയ്യിൽ വടി ഉണ്ടാവും, കുറച്ചു സമയം വടി വെക്കുള്ളൂ. ഇങ്ങനെയാണ് ഹുക്കുമ് ചെയ്യുന്നതെങ്കിലും ഇവിടെ ഇയാൾ എന്താ പറഞ്ഞത്? ഇന്റെ മണിപ്രാവ് മിണ്ടാതെക്കൂലെന്ന് പറഞ്ഞാൽ മിണ്ടാതെക്കുന്ന സമയം കുറവാണ്, കൂടുതൽ സമയം പാടും എന്നല്ലേ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ ഇയാൾ പറഞ്ഞത്. അതുകൊണ്ട് അയാൾ തൊലാക്ക് പോവോ? മാഷാ അല്ലാഹ്, നമ്മളെ ഉസ്താദന്മാരൊക്കെ ആണെങ്കിൽ അവന്റെടാ ജി പൂജാരിനാട്ടിലും വലിയ മണിയടിക്കാരനാ, അത് വേണ്ട, അത് വേണ്ട, അച്ഛനെക്കാട്ടിലും വലിയ കപ്പ്യാരാ വേണ്ട എന്നാ പറയുന്നത്. അങ്ങനെയല്ല. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, യാ അബാ അബ്ദില്ലാഹ് ഫഇന്നഹു ഖദ് ആനനകൽ ഫുതിയ. ഇമാം മാലിക് റളിയല്ലാഹു തആല, മോനെ നന്നായിരിക്കുന്നടാ. അങ്ങനെയാണ് ഹദീസ് പഠിക്കേണ്ടത്. വിഷയങ്ങൾ അപഗ്രഥിച്ച് പഠിക്കാൻ കഴിയണം. നിനക്ക് ഫത്വ കൊടുക്കാനുള്ള എല്ലാ യോഗ്യതയും ഒത്തിരിക്കുന്നു, നീ ഫത്വ കൊടുത്തോ എന്ന് ഇമാം മാലിക് റളിയല്ലാഹു തആല ഇങ്ങനെ സ്വന്തം ഗുരുനാഥന്മാർക്ക് പോലും തിരുത്തി കൊടുക്കാൻ വേണ്ട വിജ്ഞാനവും ബുദ്ധി വൈഭവവും അപഗ്രഥിച്ച് പഠിക്കാനുള്ള ശേഷിയും നൈസർഗികമായി തന്നെ ഇമാം ഷാഫി റളിയല്ലാഹു തആല തങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഇമാം മാലിക് റളിയല്ലാഹു തആലയുടെ വഫാത്തിന് ശേഷമാണ് തലസ്ഥാന നഗരിയാവുന്ന ഇറാഖിലേക്ക് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല ശ്രദ്ധിക്കുന്നത്. അതിന്റെ മുമ്പ് മക്കയിൽ ദർസ് നടത്താറുണ്ട്. മക്കയിൽ ദർസ് നടത്തുന്ന സമയത്ത് പലരും ഹജ്ജിന് വരുന്നവര് അക്കൂട്ടത്തിൽ ദർസ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട വലിയ മുഹദ്ദിസും ഫഖീഹുമായി അറിയപ്പെട്ടിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി റളിയല്ലാഹു തആല അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അവരൊക്കെ മക്കയിൽ വന്ന് ഈ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ദർസ് കേട്ടവരാ. അന്ന് ചെറുപ്പക്കാരനാണ് ഷാഫി ഇമാം. എങ്കിൽ പോലും വലിയ 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 ഗുരുനാഥന്മാരുടെ ദർസിനേക്കാളും കൂടുതൽ ശ്രദ്ധേയമായ ദർസായിരുന്നു ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു. ആ ദർസിൽ വെച്ച് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുയുടെ അറിവിന്റെ ആഴം മനസ്സിലാക്കിയ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി റളിയല്ലാഹു തആല അൻഹു ഇമാം ഷാഫി തങ്ങൾക്കൊരു കത്തയച്ചു. എന്താണ്? ഇവിടെ ന്യായവാദികളും ഇൽമുൽ കലാമിന്റെ ആളുകളും അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിനെ മൂക്കുകയറിട്ട് പിടിക്കുകയാണ്. ഇവിടെ അഹ്ലുൽ ഹദീസ്, ഹദീസിന്റെ അഹ്ലുകാരാവുന്ന അഹ്ലുസ് സുന്നത്തിന്റെ മഹാഭൂരിപക്ഷം ഹദീസ് ധാരാളമായി അവർക്ക് അറിയാമെങ്കിലും ഹദീസിൽ നിന്ന് എങ്ങനെയാണ് വിധിവിലക്കുകൾ കണ്ടെത്തുക, ഖുർആൻ ആയത്തിനെ എങ്ങനെ വ്യാഖ്യാനിക്കണം, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കണ്ടെത്താനുള്ള വഴി ഏതാണ്, നാസിഖ് ഏതാണ്, മൻസൂഖ് ഏതാണ്, മുഖദ്ദം ഏതാണ്, മുഅഖർ ഏതാണ്, മുത്ലഖ് ഏതാണ്, മുഖയ്യദ് ഏതാണ്, ഖാസ് ഏതാണ്, ആം ഏതാണ് എന്ന് തുടങ്ങിയ ആഴത്തിലുള്ള അറിവില്ലാത്തതിന്റെ പേരിൽ ഹദീസ് പണ്ഡിതന്മാർ ഇവിടെ നിസ്സഹായരാണ്. ഈ വിഷയത്തിന് അന്തിമമായ ഒരു പരിഹാരം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം രചിച്ച് ഞങ്ങൾക്ക് അയച്ചു തരണം എന്ന് അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി റളിയല്ലാഹു തആല അൻഹു കത്തയക്കുന്നു. ഈ കത്തിന് മറുപടിയാണ് റിസാല ഖദീമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഉസൂലുൽ ഫിഖ്ഹിലെ ലോകത്ത് മുസ്ലിം പണ്ഡിതന്മാരുടെ പണ്ഡിത ലോകത്ത് ആദ്യമായി വിരചിതമായ ഉസൂലുൽ ഫിഖ്ഹിന്റെ കിതാബാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ അർ-റിസാല. അർ-റിസാല എന്ന കത്ത് തന്നെ അർത്ഥമുള്ളൂ. അതായത് അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി റളിയല്ലാഹു തആല അൻഹു എഴുതിയ കത്തിന് മറുപടിയാണ്. പക്ഷെ അതൊരു വല്ലാത്ത മറുപടിയായി പോയി. അത് ലോക മുസ്ലിം പണ്ഡിതന്മാർ അന്നോളം കണ്ടിട്ടില്ലാത്ത അത്രയും സമഗ്രവും ഭദ്രവും ആധികാരികവുമായി എങ്ങനെ ഖുർആനെ മനസ്സിലാക്കണം, എങ്ങനെ ഹദീസിനെ മനസ്സിലാക്കണം, ഖുർആനിൽ നിന്നിട്ടും ഹദീസിൽ നിന്നിട്ടും വിധി കണ്ടെത്താനുള്ള മാർഗം എന്ത് എന്നതിനെ സംബന്ധിച്ചുള്ള ശരിക്കും ഒരു റൂട്ട് മാപ്പാണ് ഈ റിസാല. അതിനുശേഷം അവരുടെ ക്ഷണപ്രകാരം ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഇറാഖി അഥവാ ബാഗ്ദാദിലെത്തി. തലസ്ഥാനത്തെത്തി. പണ്ഡിത ലോകത്തിന്റെ പ്രഗത്ഭരായ എല്ലാവരും അവിടെയുണ്ട്. ഒരു ഭാഗത്ത് ഇൽമുൽ കലാം കൊണ്ട് മായാജാലം കളിക്കുന്ന മുബ്തദികൾ, മറുഭാഗത്ത് യുക്തിന്യായത്തിലൂടെ വിധിവിലക്കുകൾ പറയുന്ന ഹനഫി മദ്ഹബുകാർ. ഇവർ രണ്ടിന്റെയും കൂടി ഇടയില് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ
മഹാഭൂരിപക്ഷം വരുന്ന മുഹദ്ദിസീങ്ങൾ നിസ്സഹായരാണ്. അവരോടാരും മസല ചോദിക്കാൻ വരലുമില്ല, മസല ചോദിക്കാൻ വന്നാലോട്ട് പറയാനും കഴിയില്ല. ഒരു രസകരമായൊരു സംഭവം ഉണ്ട്. പറയുമ്പോ ഒരു അതപകേട് വരുമെന്ന് എനിക്ക് പേടിയുണ്ട്. രസകരമായ സമയം കഴിഞ്ഞു. രസകരമായ ഒരു സംഭവം, ബഹുമാനപ്പെട്ട കുറെ മുഹദ്ദിസീങ്ങൾ ഹദീസ് പണ്ഡിതന്മാര് ഇരിക്കുന്നിടത്ത് ഒരു പെണ്ണ് വന്നിട്ട് ഒരു മസാല വെച്ചു, തങ്ങളെ ഇന്റെ വീട്ടിലെ കിണറ്റില് ഒരു കോഴി വീണ് ചത്തുപോയി, ആ വെള്ളം നജസാവോ ഇല്ലേ, ആ വെള്ളം ഇനി കോരി ഉപയോഗിക്കാൻ പറ്റുമോ പറ്റൂലേ? അപ്പൊ ഒരു മൗലിയാര് ചോദിച്ചു, അല്ല എങ്ങനെ കോഴി വീണത്? കോഴി എങ്ങനെ വീണതെന്ന് ചോദിച്ചാൽ ആൾമറില്ലാത്ത കിണറിനിയാണ്. ആഹാ, കിണറ്റിന് ആൾമറില്ലാതെ വെക്കുക. അപ്പൊ എന്താ എനിക്ക് മൂടി വെച്ചൂടേനു? സംഗതി മൂടാൻ കഴിഞ്ഞില്ല. ഇത് കേട്ടപ്പോ വേറൊരാളുണ്ട്, അയാൾക്ക് കുറച്ച് ഫിഖ് തിരിയുന്ന ആളാ. അയാള് പെണ്ണിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ അതിന് നിന്നിട്ട് കാര്യമില്ല, ഇവർക്കൊക്കെ ഹദീസ് നന്നായിട്ട് അറിയാം, ഒരു ഹർഫ് പോലും തെറ്റാതെ 10,000 ഹദീസ് ഹിഫ്ളിൽ നിന്നിട്ട് പറയാനറിയും. അതുകൊണ്ട് ഫിഖ് അതല്ല. ഞാൻ ചോദിക്കാം, ആ കോഴി അതിൽ വീണ് ചത്ത് ചീഞ്ഞിട്ട് വെള്ളം പകർച്ച വന്നണോ? എങ്കിൽ നജസാണ്. വെള്ളം പകർച്ചയായിട്ടില്ലേ? വെള്ളം നജസല്ല. കാരണം വെള്ളം 2 കുലത്തിലധികം ഉണ്ടല്ലോ കിണറ്റില്. അതുകൊണ്ട് പകർച്ച വന്നിട്ടില്ലെങ്കിൽ നജസല്ല, പകർച്ച വന്നിട്ടെങ്കിൽ നജസാവുള്ളൂ. ഇതും കേട്ടു. ഇങ്ങനെ ഒരു കാലഘട്ടമാണ്. ആ സമയത്താണ് ആരാത് PM ഒന്നും അടിക്കില്ല, ആരാത് കിസ്സാദുണ്ട. അങ്ങനെ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഇറാഖിൽ ചെന്നു. ഇറാഖിൽ ചെന്ന മലയാളത്തിൽ അടിക്കണം എന്നാ ഞാൻ പറഞ്ഞു നോക്കാം, അല്ലാതെ എനിക്ക് അതിന് കുറെ നേരം ഇങ്ങനെ തപ്പിപ്പൊടിച്ച് നോക്കാൻ നിൽക്കണം, അതിനൊന്നും എനിക്ക് സമയം കിട്ടൂല. അതാണ് പ്രശ്നം. സമയപ്പോടെ തന്നെ ബാങ്ക് കൊടുക്കാൻ സമയമായില്ലേ പറഞ്ഞ്. അങ്ങനെ ഇറാഖിലെത്തിയ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു അന്ന് ഇറാഖിൽ ജീവിച്ചിരുന്ന, കോഴിയൊക്കെ കഴിഞ്ഞു, അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഇറാഖിലെത്തിയപ്പോ അന്ന് ഇറാഖിലെ ഏറ്റവും വലിയ പണ്ഡിതനായി അറിയപ്പെടുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ശിഷ്യനായ മുഹമ്മദ് ഇബ്നുൽ ഹസൻ ഷൈബാനി റളിയല്ലാഹു തആല. വലിയ മഹാനായ ഇമാമാണ്. ഹനഫി മദ്ഹബിലെ മൂന്നാമനാണ്. ഇമാം അബൂ ഹനീഫ തങ്ങൾ കഴിച്ച അബൂ യൂസുഫ് തങ്ങളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത സ്ഥാനത്തുള്ള ആളാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഹസൻ റളിയല്ലാഹു തആല. അദ്ദേഹത്തിന്റെ വലിയ ന്യായവാദങ്ങൾ അറിയുന്ന ആളും കാര്യകാരണ സഹിതം ഫിഖ് പറയുന്ന ആളുമാണ്. അദ്ദേഹത്തിന്റെ അരികെ ഒരു കൊല്ലക്കാലം ഇൽമ് പഠിച്ചുകൊണ്ട് ജീവിച്ചു. അദ്ദേഹത്തിന്റെ ശേഖരത്തിൽ ഉണ്ടായിരുന്ന ഗ്രന്ഥങ്ങൾ മുഴുവനും ഹിഫ്ളാക്കുകയും മഹാനുമായി പല കാര്യങ്ങളിലും ചർച്ച നടത്തി അവരുടെ സ്വന്തം മദ്ഹബ് വിട്ട് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായം സ്വീകരിക്കുകയും ചെയ്ത ആളാണ് മഹാനായ ഇമാം മുഹമ്മദ് ബിൻ ഹസൻ ഷൈബാനി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൽ നിന്ന് ഹനഫികളുടെ ന്യായവാദങ്ങളും കാര്യകാരണങ്ങളും അത് വേണ്ടുവോളം മനസ്സിലാക്കി ഖുർആനും ഹദീസും ഇജ്മാഉം നേരത്തെ തന്നെ ആധികാരികമായി അറിയുകയും ചെയ്യുന്നതോടുകൂടി ലോകത്തെ സുന്നികളായ പണ്ഡിതന്മാരുടെ വിജ്ഞാന ശാഖയുടെ എല്ലാം സ്വായത്തമാക്കിയ മഹാനവകൾ ദർസ് തുടങ്ങി. വലിയ ജുമാഅത്ത് പള്ളിയിൽ ദർസ് തുടങ്ങി. ദർസ് തുടങ്ങുന്ന സമയത്ത് വലിയ 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 ദർസുകൾ അപ്പുറത്തുണ്ടായിരുന്ന ദർസുകളെല്ലാം ദിവസങ്ങളെ കൊണ്ട് പൂട്ടി എല്ലാ മുതാലിമീങ്ങളും ഇങ്ങോട്ട് വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഖാലല്ലാഹ് ഖാല റസൂലുള്ളാഹ് ഖാലല്ലാഹ് ഖാല റസൂലുള്ളാഹ് എന്നതിലേക്ക് ഇസ്ലാം തിരിച്ചു വന്നത്. അതായത് ഖുർആൻ എന്ത് പറയുന്നു, സുന്നത്ത് എന്ത് പറയുന്നു, ഈ ആയത്തിന്റെ വ്യാഖ്യാനം എന്ത്, ഈ ഹദീസിന്റെ വ്യാഖ്യാനം എന്ത്, ഈ ഹദീസിൽ നിന്നിട്ട് എങ്ങനെ നിയമം കണ്ടുപിടിക്കും, ഈ ആയത്തിൽ നിന്നിട്ട് എങ്ങനെ മനസ്സിലാക്കും, ഇങ്ങനെ ഖുർആനും സുന്നത്തും എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നും ഖുർആനും സുന്നത്തും പ്രമാണമാവുന്നത് എപ്പോഴാണെന്നും എങ്ങനെയാണ് പ്രമാണമായി സ്വീകരിക്കേണ്ടത് എന്നും ആധികാരികമായി ഇറാഖിനെ പഠിപ്പിച്ചത് ഇമാം ഷാഫി. ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തന്നെ പറഞ്ഞത് കാണാ, വകാന അഹ്ലുൽ ഹദീസി നുവാമൻ ഫൈഖദഹും ഷാഫിഈ. ഉറങ്ങിയായിരുന്നവര്. ഹദീസിന്റെ അഹ്ലുകാര് ഉറക്കത്തിലാണ്. കാര്യമൊക്കെ അറിയാം, കാര്യത്തിന് അത്ര ഉണർവിലല്ല. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു വന്ന് അവരെ വിളിച്ചുണർത്തി.
അതായത് ഖുർആൻ എന്ത് പറയുന്നു, ഹദീസ് എന്ത് പറയുന്നു, ഈ ആയത്തിനെ എങ്ങനെ തഫ്സീർ ചെയ്യണം, ഈ ഹദീസിനെ എങ്ങനെ തഫ്സീർ ചെയ്യണം, ഒരു ആയത്തിൽ നിന്നിട്ട് വിധി കണ്ടെത്തണമെങ്കിൽ എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണം, ഒരു ഹദീസിൽ നിന്നിട്ട് നിയമം കണ്ടെത്തണമെങ്കിൽ എന്തൊക്കെ പാലിക്കണം എന്നിങ്ങനെ അങ്ങനെ റിസാല, ഈ റിസാല ചെറിയൊരു കത്താണെന്ന് പറഞ്ഞിട്ട് അറിയില്ല, റിസാല രചിക്കാൻ വേണ്ടി ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ആദ്യ അവസാനം 300 പ്രാവശ്യം ഖുർആൻ ഖത്മ് തീർത്തിട്ടുണ്ട് റിസാല എഴുതുമ്പോൾ. കാരണം എന്താ, റിസാലയിൽ പറയുന്ന ഓരോ നിയമങ്ങളും ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയതാ. അഥവാ ഉസൂലുൽ ഫിഖ് എന്ന ഈ വിജ്ഞാന ശാഖക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അതിനാദ്യമായി ലോകത്ത് രചിച്ച ഗ്രന്ഥമാണ് ഈ റിസാല. ആ റിസാലക്ക് മാനദണ്ഡമായി, അടിസ്ഥാനമായി മഹാനായ ഇമാം അവർകൾ സ്വീകരിച്ചത് ഖുർആനാണ്. അപ്പൊ ഖുർആനിൽ നിന്ന് ഉത്ഖനനം ചെയ്ത ഉസൂലിന്റെ നിയമങ്ങളിലൂടെ ഖുർആനിനെയും സുന്നത്തിനെയും യഥാർത്ഥത്തിൽ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്ന് പിൽക്കാലത്ത് വന്ന ലോകത്തിന് പഠിപ്പിച്ചതാണ്. ഈ പക്ഷേ ഈജിപ്തിലെ ജീവിതകാലത്ത് രണ്ടാമതൊരു പരിഷ്കരണം നടത്തിയ കൂട്ടത്തിൽ റിസാലയും പരിഷ്കരണം നടത്തിയിട്ടുണ്ട്. അങ്ങനെ റിസാലയും ജദീദ് ഖദീം എന്നിങ്ങനെ രണ്ടുണ്ട്. രണ്ടായാലും പിന്നീട് ഇമാം ഷാഫി തങ്ങളുടെ ശേഷം വന്ന ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും ഖുർആനിനെ മനസ്സിലാക്കാൻ, ഹദീസിനെ മനസ്സിലാക്കാൻ, ഖുർആനിൽ നിന്നിട്ടും സുന്നത്തിൽ നിന്നിട്ടും വിധിവിലക്കുകൾ കണ്ടെത്താൻ എന്താണ് വഴി എന്ന് ചോദിച്ചാൽ റിസാലയെ ആശ്രയിച്ചുകൊണ്ട് ഉസൂലുൽ ഫിഖ്ഹിന്റെ മാനദണ്ഡം സ്വീകരിച്ചുകൊണ്ട് ഖുർആനിനെയും ഹദീസിനെയും സമീപിക്കാവൂ എന്നും ആ രീതിയിലൂടെ വേണം ഖുർആനും സുന്നത്തും വ്യാഖ്യാനിക്കാനേ എന്നും പഠിപ്പിച്ച മഹാനാണ്. അതുകൊണ്ട് തന്നെ ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൽ ഖിയാമത്ത് നാൾ വരെ ഒരാൾ പേന എടുക്കുന്നുണ്ടെങ്കിൽ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനോട് ആ വ്യക്തിക്ക് കടപ്പാടുണ്ട്. കാരണം ഇതിന്റെ കല്ലും നെല്ലും തിരിച്ച് ലോകത്തിന് മനസ്സിലായി. ആ ഇമാം ഷാഫിക്ക് ഇപ്പൊ തീരാ എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് ആയുസ് കുറച്ചേ കൊടുത്തിട്ടുള്ളെങ്കിലും ആ കൊടുത്ത ആയുസ് മുഴുവനും ഖിയാമത്ത് നാൾ വരെ വരുന്ന മുസ്ലിം ലോകത്തിന് ഖുർആനിനും സുന്നത്തിനും പണ്ട് പറയാണ്, ഇറാഖിലെ പണ്ഡിതന്മാർ പറയാണ്, മുമ്പ് ഞങ്ങൾക്കൊന്നും അറിയില്ല, ഇമാം ഷാഫി തന്നതിന് ശേഷമാണ് എന്ത് ഖുർആൻ സുന്നത്ത് ഇജ്മാഅ്, ഖുർആൻ സുന്നത്ത് ഇജ്മാഅ് ഈ മൂന്നും പഠിപ്പിച്ചു. അതിന് മുമ്പ് ഖിയാസ് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. എന്നാൽ ഖുർആൻ സുന്നത്ത് ഇജ്മാഅ് ഇത് മൂന്നും കൂടി കൂട്ടിക്കൊടുത്തുകൊണ്ട് ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും 4 മാനദണ്ഡങ്ങളാണ്, അടിസ്ഥാന പ്രമാണങ്ങളാണ് ഇസ്ലാം ശരീഅത്തിന് എന്നും അതിനെ എങ്ങനെയൊക്കെ സമീപിക്കണമെന്നും ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തന്റെ പിന്നീട് വന്ന എല്ലാ പണ്ഡിതന്മാർക്കും ഈ രംഗത്ത് ഗുരുനാഥനാണ്. എന്നിട്ട് ആ ഷാഫി ഇമാമിന് ഖുർആൻ തിരിഞ്ഞില്ല, ആ ഷാഫി ഇമാമിന് ഹദീസ് മനസ്സിലായില്ല. ഷാഫി ഇമാമ് പറഞ്ഞതിന്റെ എതിരെ ഹദീസ് കണ്ടാല് അങ്ങനെ ഉണ്ടല്ലോ, അതിനൊക്കൊന്നും ഇനി കടക്കാൻ സമയമില്ല, ബാങ്ക് കൂടെ കൊടുക്കാനായി. ഇതാ സഹൽ ഹദീസ് ഓ മദ്ഹബി, അത് എന്നോടും നിങ്ങളോടും പറഞ്ഞതല്ല. ഇപ്പൊ ഉദാഹരണം, ഒരു പ്രൊഫസർ, സർജനായ ഒരു പ്രൊഫസർ ഔഷധന്മാരായ കുറെ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾ അവരോട് പറയാണ്, ഈ കുടലിറക്കത്തിന്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സാരില്ല, ഇത് വളരെ എളുപ്പമാണ്, നിസ്സാരാണ്. അതുപോലെ തന്നെ ഈ കാലുമിന് മുഴയുണ്ടായാല് കുട്ടികളെ മാർക്കം കഴിക്കുന്ന ഡോക്ടർമാർ എപ്പോഴുള്ളത് അതിനെ പറഞ്ഞ വേണ്ട, കാലുമിന് മുഴയുള്ളതിന് ഓപ്പറേഷൻ ചെയ്യാൻ പോയ കുട്ടിന്റെ മാർക്കം കഴിച്ചു വിട്ട് ഡോക്ടർ പറഞ്ഞു. മിഞ്ഞാന്നാണ് ഇപ്പൊ അതിന്റെ കുറച്ച് പാടിലപ്പം നാട്ടിൽ അങ്ങനത്തെ ഡോക്ടർമാരെ പറ്റിയല്ല പറഞ്ഞു. ശരിയായ പ്രൊഫസർമാര് അവരുടെ ശിഷ്യന്മാരായ ഡോക്ടർമാർ MBBS പാസ്സായിട്ടുണ്ട്, പക്ഷേ ഹൗസ് സർജന്മാരായിട്ട് 2 കൊല്ലം സേവനം ചെയ്യണമല്ലോ, അപ്പോഴല്ലേ ഈ പ്രൊഫസറുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ ഇയാൾ യോഗ്യനാവും. അവരോട് പറയാണ്, കുടലിറക്കത്തിന്റെ ഓപ്പറേഷൻ വളരെ എളുപ്പമാണ്, നിസ്സാരാണ് എന്ന് പറഞ്ഞാല് എന്നാ ഞാനിപ്പോ ഒരു കറിക്കത്തി വാങ്ങിക്കാണ്ട് കുടലിറക്കമുള്ളവരൊക്കെ അവിടെ പോയി മുറിച്ചാൻ മുടങ്ങാം. ആ അർത്ഥത്തിനല്ല ബഹുമാനപ്പെട്ട ഇദാ സഹൽ ഹദീസ് ഓ മദ്ഹബി എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഹദീസിനോട് എന്റെ കൗല് എതിര് കണ്ടാൽ എന്റെ കൗല് വിട്ടിട്ട് ഹദീസ് എടുക്കണം എന്ന് പറഞ്ഞത് മുജ്തഹിദീങ്ങളോടാ.
ഖുർആനിനെ എങ്ങനെ തെളിവായി സ്വീകരിക്കണം, ഹദീസിനെ എങ്ങനെ തെളിവായി സ്വീകരിക്കണം എന്ന മാനദണ്ഡങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു മുജ്തഹിദ്, ആ മുജ്തഹിദിന്റെ മുന്നിൽ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖൗലിന് എതിരിൽ സഹിയായ ഹദീസ് കണ്ടാൽ അവിടെ അതെടുക്കണം. അതിന് മുജ്തഹിദിന്റെ എല്ലാ യോഗ്യതയും ഒത്തിരിക്കണം. പക്ഷേ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതിന് എതിരിൽ ഒരു ഹദീസ് സഹിയായി വന്നതായിട്ട് ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല. എന്നാ നമ്മളെ ആധുനിക മുഹദ്ദിസ് ഉണ്ടല്ലോ, ആധുനിക മുഹദ്ദിസ് മൂപ്പര് 300ഓളം ഹദീസ് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഹദീസിനെതിരിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരു അന്തമില്ലായ്ക തട്ടിമൊളിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വിവരക്കേടാണ് പറയുന്നത്. ഇതൊക്കെ ഏത് കാലത്ത് കഴിഞ്ഞുപോയി. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് തന്നെ ചില വിവരം കുറഞ്ഞ ആളുകൾ, കാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ പിന്നീട് വന്ന വിവരം കുറഞ്ഞ ചില ആളുകൾ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ചില സഹീഹായ ഹദീസുകൾക്ക് എതിര് ചെയ്തു എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ അവര് സൂചിപ്പിച്ചതാണ് ഈ 300ഓളം ഹദീസുകൾ. അല്ലാതെ ഇവിടെ സലാസുല്ലമിക്ക് സ്വന്തം വഴി കിട്ടിയതൊന്നുമല്ല. മുമ്പുള്ള വിവരം കെട്ട ചില ആളുകൾ എഴുതി വെച്ചത് ഇയാള് ആവർത്തിച്ച് പറഞ്ഞു എന്നുള്ളൂ. എന്നാൽ ഇമാം അബൂബക്കർ ബൈഹഖി റളിയല്ലാഹു തആല അൻഹു, മഹാനായ ബൈഹഖി ഇമാം റളിയല്ലാഹു തആല അൻഹു ഈ 300 ഹദീസുകളെ പഠനം നടത്താൻ വേണ്ടി മാത്രം 6 വോള്യങ്ങളുള്ള ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അതിന്റെ പേര് ഇഖ്തിലാഫുൽ അല്ല എന്താണ് മഅരിഫത്തുൽ സുനനി വൽ ആസാർ. അതിന്റെ പേര് മഅരിഫത്തു സുനനി വൽ ആസാർ ലിൽ ഇമാം ശാഫിഈ എന്ന. അതായത് ഹദീസും ചരിത്രവും സംബന്ധിച്ച ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞിട്ട് ഈ 300 ഹദീസും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുകയും ആധികാരികമായി പഠനം നടത്തുകയും ചെയ്തിട്ട് അതിനെതിരിൽ ശക്തമായ മറ്റ് ഹദീസുകളുടെ അല്ലെങ്കിൽ ഖുർആനിന്റെ ശക്തമായ തെളിവുള്ളത് കൊണ്ട് ഈ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്യാൻ പറ്റാതെ വന്നതാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് പേച്ചതല്ല, മറിച്ച് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് ഹദീസും ചരിത്രവും സംബന്ധമായ അഗാധമായ പാണ്ഡിത്യം കാരണം ഈ കുട്ടിമൗലവിമാർക്ക് തിരിയാത്ത കാരണങ്ങൾ ആ ഹദീസുകൾ സ്വീകരിക്കാതിരിക്കാൻ ഉള്ളത് കൊണ്ടാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസുകളെ മാറ്റിവെച്ചുകൊണ്ട് ഫത്വ ചെയ്തത് എന്ന വിഷയം പറയാൻ മാത്രം കാര്യകാരണ സഹിതം പരമ്പര ഉൾപ്പെടെ ആ കാരണം ഓരോ കാരണങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ട് ഈ 300 ഹദീസിനെ സംബന്ധിച്ച് പഠനം നടത്തിയതാണ്. പഠിച്ച വലിയ 6 വോള്യങ്ങളുള്ള മഅരിഫത്തു സുനനി വൽ ആസാർ എന്ന കിതാബ് തന്നെ ഇമാം ബൈഹഖി റളിയല്ലാഹു തആല എഴുതിയ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ അറിയാത്ത ഹദീസ് 10 ലക്ഷത്തിലധികം ഹദീസ് ഹിഫ്ളുള്ള ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് കാണാം. എന്റെ അടുക്കൽ ഒരു മസ്അല സംബന്ധമായ ചോദ്യം വന്നാൽ ഞാൻ ഖുർആൻ പരിശോധിക്കും. ഖുർആനിൽ അത് സംബന്ധിച്ച വിധി കണ്ടാൽ ഞാൻ അതനുസരിച്ച് ഫത്വ ചെയ്യും. അത് കണ്ടില്ലെങ്കിൽ ഞാൻ പഠിച്ച വിശാലമായ ഹദീസ് സംബന്ധിച്ച് പരിശോധന നടത്തും. ആ ഹദീസിൽ അതിന്റെ വിധി കണ്ടാൽ അതനുസരിച്ച് ഞാൻ ഫത്വ പറയും. ഖുർആനിലും ഹദീസിലും ഇതിനുൾപോൽഭാഗമായിരിക്കുന്ന തെളിവുകൾ ഞാൻ കണ്ടെത്താതെ വരുമ്പോൾ ഫഅഖൂലു ഫീ ബിഖൗലി മുഹമ്മദ് ബിൻ ഇദ്രീസ്, പിന്നെ ഞാൻ പറയാ ഷാഫി ഇമാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ലിഅന്ന ഇൻദഹു ഇൽമു മാ ലം അലം, എനിക്കറിയാത്ത ഹദീസ് സംബന്ധമായ ഖുർആൻ സംബന്ധമായും ആഴത്തിലുള്ള അറിവുണ്ട്. അതുകൊണ്ട് ഞാൻ കണ്ടെത്താത്തത് കൊണ്ടായിരിക്കാം ഇമാം ഷാഫി തങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് പറഞ്ഞ ആ ഖൗലനുസരിച്ച് ഞാൻ പറയും. ലിഅന്നഹു ആലിമു ഖുറൈശ്, കാരണം ആലിമു ഖുറൈശികളിൽപ്പെട്ട ആലിമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖുറൈശികളുടെ ആലിമ് യംലൗ തിബാഖൽ അർദ് ഇൽമാ, ലോകം മുഴുക്ക ഇൽമ കൊണ്ട് നടക്കും എന്ന് പറഞ്ഞത് അത് മുഹമ്മദ് ബിൻ ഇദ്രീസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞ ഇമാം ഷാഫിക്ക് ഹദീസ് കിട്ടിയില്ലാന്നോ? അല്ലെങ്കിൽ 300ഓളം സഹീഹായ ഹദീസുകൾക്കെതിരിൽ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു എന്ന് പറയുന്ന അല്പന്മാര്, വിവരം കെട്ട കണ്ണൊട്ടികൾ ആനയെ കണ്ടതുപോലെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ കണ്ടവരാണ്. യഥാർത്ഥത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പഠനം നടത്തിയ ആളാണ് ഇമാം ബൈഹഖി റളിയല്ലാഹു തആല അൻഹു. ആ ഇമാം ബൈഹഖി ഈ 300 ഹദീസുകളും ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന് കിട്ടുകയും സഹിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തിട്ട് അതനുസരിച്ച് വിധി പറയാതിരിക്കാനുള്ള വ്യക്തമായ തെളിവുകളുള്ളത് കൊണ്ടാണ് സ്വീകരിക്കാത്തത് എന്ന് കാര്യകാരണ സഹിതം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ ഇമാം ഷാഫി റളിയല്ലാഹു ഏതായാലും ഖുർആൻ സുന്നത്ത് ചില ആളുകളുണ്ട് ഷാഫി ഇമാം പറഞ്ഞാൽ ഓൽക്കൊന്നുമല്ല,
അബൂ ഹനീഫ ഇമാം പറഞ്ഞാൽ ഓർക്കൊന്നുമല്ല. ഖുർആൻ ഉണ്ടോ ഹദീസ് ഉണ്ടോ? എടാ എനിക്കൊക്കെ എന്ത് ഖുർആനും ഹദീസും ഇവിടെ വരുന്നത്? ഈ ഖുർആനും ഹദീസും എന്ന് പറഞ്ഞാല് നിനക്കും എനിക്കും ഒക്കെ തിരിയുന്ന. പണ്ട് ഒരു ചങ്ങാതി പറഞ്ഞു, ഒരു ബാങ്ക് കൊടുത്തു ഞാൻ മതിയാക്കാണ്. പണ്ടൊരു ചങ്ങാതി പറഞ്ഞു, മൂഞ്ഞാമാര് എന്ന് പറഞ്ഞാല് പൗതി കക്കും, പൗതിയെ പറയുള്ളൂ. അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? എല്ലാ മൂഞ്ഞാമാരും 25 നബിമാരെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ എന്നാണല്ലോ പറയുന്നത്. ഖുർആനിൽ 2 നബിമാരെ പേരുള്ള മൂഞ്ഞാമാര് കട്ടതല്ലേ? അപ്പൊ ഇയാള് വലിയ കാര്യമായ പണ്ഡിതനായിരിക്കും. ഏതാ പഠിച്ചോനെ ഈ ലോകത്തുള്ള മൂഞ്ഞാമാരൊക്കെ കട്ടിട്ട് കിട്ടാത്ത 2 നബിമാർ ഏതാടോ അത്? നിങ്ങൾ വല്ലാതിയാത്തി നോക്കിയിട്ടില്ലേ? ഉണ്ട്. അതിൽ അള്ളാഹുവിന്റെ അസർ നബി, വസത്ത് നബി, ആ 2 നബിമാരെ 25 നബിമാരെ കൂട്ടത്തിൽ നിങ്ങൾ കണ്ടിണോ? എടാ പൊട്ട, അസറിനെ ബിഹി എന്നാണ്, വസത്തിനെ ബിഹി എന്നാണ്. വസത്തിനെ വേറെ, ബിഹി വേറെയാണ്. അല്ലാതെ അസർ നബിയും വസത്ത് നബിയും അല്ല. ഈ ജാതി മുജ്തഹിദീങ്ങളാ. ഷാഫി ഇമാം പറഞ്ഞണോ ഖുർആനിലുണ്ടോ? ഇമാം അഹ്മദ് പറഞ്ഞു ഹദീസിലുണ്ടോ? എടാ നമുക്ക് നിനക്ക് എന്താ ഹദീസും ആയിട്ട് ഖുർആനും തിരിഞ്ഞു? ഖുർആനും ഹദീസും തിരിഞ്ഞവരവരാണ്. അവര് പറഞ്ഞ വ്യാഖ്യാനമാണ് ഈ മദ്ഹബ് എന്ന് പറയുന്നത്. ഖുർആൻ അനുസരിച്ച് ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ, ഹദീസ് അനുസരിച്ച് ഒരാൾ ജീവിക്കണമെങ്കിൽ ഖുർആനും ഹദീസും എന്താണെന്ന് മനസ്സിലാക്കിയവർ പറയണോ? ഇല്ലാത്തവർ പറഞ്ഞ ഈ കോലത്തിലാവും. പണ്ടൊരു ദിവസം പറഞ്ഞേക്ക് നമ്മളെ മുസാഫ് വല്ലാക്ക ഖുർആൻ നന്നാക്കിയേക്കാരും ഒരു ഖുർആനും ഹദീസും നോക്കാൻ തുടങ്ങിയ. മനസ്സിലായില്ലേ? അപ്പോ ഖുർആനും ഹദീസും നോക്കാൻ പിന്നെ വേറൊരു കൂട്ടരുണ്ട്. സാധാരണ വാണിയമ്പലം പറയുന്ന ഒരു ഉദാഹരണം ഉണ്ട്. പണ്ടൊരു മൊല്ലാക്കി പൂജാരും തമ്മിൽ തർക്കായി അറിഞ്ഞു. ഷാഫി ഇമാം പറഞ്ഞത് ശരിയാണോ തെറ്റാണെന്ന് ഇവര് നോക്കുക, ഹനഫി ഇമാം പറഞ്ഞത് ശരിയാണോ തെറ്റാണെന്ന് ഇവർ ഈ ജാഹിര്യങ്ങൾ നോക്കുക. പണ്ട് മോല്യാരും വല്ലാക്കും തർക്കം. എന്താ? ഫാത്തിഹ സൂറത്തിലാ സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ന് ഓതണമെന്ന് മോല്യാര് പറയും. മൊല്ലാക്ക് പറയുന്നത് പൊന്നു മോല്യാരെ രണ്ടോർത്തിയിലൂടെ അങ്ങനെ ആവൂല. പിന്നെ എങ്ങനെ? സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി ഇലൈഹിം എന്നാ, ഒരിക്കലും അലൈഹിം ഒരിക്കലും ഇലൈഹിം എന്നാ. അല്ലാതെ രണ്ടും കൂടി ഒന്ന് പറയാം. പടച്ചോനതൊന്നും തിരിയില്ലേ? തർക്കായി, വേണ്ട തർക്കം. മോല്യാര് പറയുന്നത് രണ്ടോർത്തിയിലും അരയും രണ്ടാമത്തെ അരയും ഒരു മഹബൂബി അരയും പറയണം. മൊല്ലാക്ക പറയണം അങ്ങനെ എന്തായാലും വരൂല. സിറാത്തല്ലദീന രണ്ടാമത്തെ അരയും പറഞ്ഞാൽ ഒരു മഹബൂബി ഇലൈഹിം പറയണം എന്ന്. അങ്ങനെ വെക്കുമ്പോണ്ട് ഒരു പണിക്കൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറുമൻ അതിലെ പോവുക. ഓനെ വിളിച്ച് കുഞ്ഞിരാമ ഇവിടെ വാർ എന്തോ ചിലപ്പോഴേച്ച് ഇജ് പാടാർ. അടുത്തെത്തിയപ്പോ മൊല്ലാക്ക പറഞ്ഞടാ മോഞ്ഞാരാപ്പിളി ഞാനും തമ്മിൽ ഒരു തർക്കം, ഇജൊരു ഇതിലൊരു മദ്യം പറഞ്ഞാ. എന്തല്ല അപ്പളേച്ച്? അല്ല ഞങ്ങൾക്ക് ഈ ഖുർആൻ അറിഞ്ഞിട്ടൊരു ഇതുണ്ട്. അതില് ഞങ്ങൾ എപ്പോഴും ഓതുന്ന ഒരു സൂറത്തുണ്ട്, ഫാത്തിഹ സൂറത്ത് എന്നാ ഞങ്ങൾ പറയാം. അതിന്റെ ഒടുവില് ഒരു വാക്കുണ്ട്. അതിന് മൗലിയാരപ്പള പറയുന്നത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ന് പറയണം എന്നാ. ഞാൻ പറയണ അങ്ങനെയല്ല. സിറാത്തല്ലദീന അൻഅംത അലൈഹിം പറയണം, ഗൈറിൽ മഗ്ദൂബി ഇലൈഹിം എന്ന് പറയണം. ഒരുത്തിരി അലൈഹിം ഒരുത്തിരി ഇലൈഹിം. വല്ലാപ്പള അങ്ങനെ പറയുന്നത്. മൗലിയാരപ്പള രണ്ടോടത്തിലും അലൈഹിം. അതിൽ ഈ ചെർമ്മം മദ്യം പറയാം. അത് കാര്യം മൊല്ലാപ്പിള പറഞ്ഞു കൊടുത്ത. ഈ കാര്യം മൊല്ലാപ്പിള പറഞ്ഞു കൊടുത്ത. എന്താ മൊല്ലാപ്പിള പറഞ്ഞു കൊടുത്താന്ന് അറിയാൻ കാരണം രണ്ടും കൂടി ഒന്നാവൂലല്ലോ. ഓനിപ്പോ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടല്ല. ഒന്ന് അലൈഹിം ഒന്ന് ഇലൈഹിം നമ്മൾ കേൾക്കാനുള്ള ചൊർക്കുണ്ട്. രണ്ടോടത്തിലും അലൈഹിം എന്ന് പറയുമ്പോ അത് ഇതിപ്പോ പെച്ചതാകാനല്ലേ സാധ്യത. എന്ന ഈ ചെർമ്മം ഫാത്തിഹ സൂറത്തിന് മൊല്ലിൻ മൗലാരിന്റെ തർക്കത്തിന് മദ്യം പറഞ്ഞ പോലെ ഷാഫി ഇമാം ഖുർആൻ പറഞ്ഞതിന് എതിരാണോ അല്ലേ, ഹദീസ് പറഞ്ഞതിന് എതിരാണോ അല്ലേ എന്ന് അറബി അറക്കത്തിട്ടാ പോലും വായിക്കാൻ കിട്ടാത്ത കടും പൊട്ടന്മാരായ ഈ മുഴുജാഹിലുകൾ. ജാഹിലാകാം, പക്ഷെ പടുജാഹിലാകാൻ ഒറ്റൊന്നുമില്ലാതെ പടുജാഹിലല്ലാത്ത ആ കൂട്ടത്തിലില്ല. എന്നിട്ട് ഈ പടുജാഹിര്യങ്ങള് ലോകത്തിന്റെ ശോഭയോടുകൂടി കത്തി നിന്ന 2ാം നൂറ്റാണ്ടിലും 1ാം നൂറ്റാണ്ടിലും 3ാം നൂറ്റാണ്ടിലും കഴിഞ്ഞുപോയ ഉത്തമ നൂറ്റാണ്ടുകാരായ ഖുർആനും ഹദീസും ആഴത്തിൽ പഠിച്ചത് ജീവിതത്തിൽ ഉൾക്കൊണ്ട ആ ഇമാമിയങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ ഈ ജാഹിലിങ്ങൾക്ക് എവിടെയാണ് അധികാരം? ഹദീസ് ചെയ്യാൻ്റെ മതപാല മുജ്തഹിദീങ്ങളോടാ പറഞ്ഞത്. അത് ഇങ്ങനെ ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് കാര്യകാരണ സഹിതം മാറ്റിവെച്ചതല്ലെന്ന് ബോധ്യപ്പെടുത്താൻ മാത്രം കഴിവുള്ള മുജ്തഹിദീങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. അത് അക്കാലത്തൊക്കെ ഉള്ള മുജ്തഹിദീങ്ങൾ അക്കാര്യം ചെയ്തിട്ടുമുണ്ട്. സമയം കുറെ നീണ്ടത് കൊണ്ട് വിഷയം എവിടെയും എത്തിയിട്ടില്ലെന്ന് എനിക്കറിയാം. ഏതായാലും തന്റെ 54-ാമത്തെ വയസ്സിൽ ഈജിപ്തിൽ രോഗിയായിരുന്ന ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു കഠിനമായ മൂലക്കുരുവിന്റെ രോഗമായിരുന്നു. രക്തം ഇങ്ങനെ ഒലിക്കലായിരുന്നു.
എന്നിട്ട് ഇരിക്കുന്നതിന്റെ താഴെ ഒരു പാത്രം വെച്ച് ആ പാത്രത്തിൽ ഒരു രോമവസ്ത്രം ഇടുകലായിരുന്നു. അതിലേക്ക് രക്തം അങ്ങനെ ഉറ്റി വീഴും. എഴുന്നേറ്റ് നിവർന്നിരിക്കാൻ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറ്റൂല. ഇങ്ങനെ കുമ്പിട്ട് കുനിഞ്ഞാനിരിക്കുക. കാരണം ഇരിക്കാൻ വയ്യ. മൂലക്കുരു കൊണ്ട് പെഴുത്തിങ്ങനെ രക്തം ഇങ്ങനെ ധാരധാര ഒഴിച്ചിട്ട് കുമ്പിട്ട് ഇരുന്നു കൊണ്ടാണ് ഈ സുബഹി മുതൽക്ക് രാത്രി പാതിര വരെ ദർസ് നടത്തലും വിദ്യാഭ്യാസം പ്രചരിപ്പിക്കലും അതിന്റെ പുറമെ ഈ ദീനീ സേവനം ചെയ്യുന്നതിന്റെ ഒക്കെ പുറമെ രാജ്യസേവനം ചെയ്യുന്നതും പലപ്പോഴും കുതിരപ്പുറത്ത് ഓടുമ്പം രക്തം ഇങ്ങനെ ഒലിച്ചിട്ട് തന്റെ സെർവാലിലൂടെ താഴത്തേക്ക് രക്തം ഉറ്റുന്നുണ്ടാവും. അങ്ങനെ അവശനായ രോഗിയായതോടുകൂടി തന്നെ ഈ സേവനങ്ങളൊക്കെ ചെയ്ത് അവസാനം വഫാത്തോടടുത്ത സമയമാകുമ്പം ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങള് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരൊക്കെ ആരാണ്, അവരെ ഓരോ സെക്കൻഡും അതൊന്നും പറയാൻ സമയമില്ല. ഇപ്പൊ തന്നെ ബാങ്ക് കൊടുത്ത് ഇവിടെ ജമാഅത്ത് തുടങ്ങേണ്ട സമയം കഴിഞ്ഞുപോയി. വലമ്മാ ഖസാ ഖൽബി വളാഖത് മദാഹിബി ജഅൽതു റജാ മിന്നി ബിഅഫ്വിക സുല്ലമാ تعظمني ذنبي فلما قرنته بعفوك ربي كان عفوك أعظما وما زلت ذا عفو للذنب لم تزل تجود وتعفو منة وتكرما. അള്ളാഹുവിനോട് പറയാം, വലമ്മാ ഖസാ ഖൽബി, എന്റെ കൽബ് കഠിനമായി പോയി, വളാഖത് മദാഹിബി, എന്റെ എല്ലാ മാർഗങ്ങളും ഇടുങ്ങിപ്പോയി. ആ സമയത്ത് ജഅൽതു റജാ മിന്നി ബിഅഫ്വിക, നിന്റെ അഫ്വിനോടിലേക്കുള്ള എന്റെ പ്രതീക്ഷ ഞാനൊരു കോണിയായി വെച്ച് ആ പ്രതീക്ഷയിലൂടെ ഞാൻ പോകും. തഅളമനി ദംബി, എന്റെ ദോഷം, എത്രയോ പാപങ്ങൾ ചെയ്തു പോയി, അത് വലിയതാണ്. പക്ഷേ ഫലമ്മാ ഖറൻതു ബിഅഫ്വിക റബ്ബി, രക്ഷിതാവേ നിന്റെ അഫ്വുള്ള ചേർത്ത് നോക്കുമ്പോൾ കാന അഫ്വുക അഅളമ, ഞാൻ എത്ര വലിയ പാപിയാണെങ്കിലും അതിലൊക്കെ വലിയ അഫ്വു ചെയ്യുന്നവനാണല്ലോ റബ്ബേ നീ. വമാ സിൽത സഅഫുവിൻ അനിദ്ദംബി, എല്ലാ ദോഷങ്ങളെ തൊട്ടും വിട്ടുവീഴ്ച ചെയ്യുന്നവനാണല്ലോ നീ റബ്ബേ. ലം തസൽ തജൂദു, നീ ദാനമായി കൊടുക്കുന്നുണ്ടല്ലോ. വതഅഫു, അഫു ചെയ്യുന്നുണ്ടല്ലോ. ഭിന്നത്തം വതകർമായി, ദാനവുമായിട്ട്. അങ്ങനെ ഈ പാവിക്ക് നീ പൊറുക്കണേ. എവിടെയാണ് അവരൊക്കെ ആരാണ് പറയാ? വലസ്തു മിൻഹും ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ. സ്വാലിഹീൻ, അള്ളാഹുന്റെ ഔലിയാക്കന്മാർ സ്വാലിഹീങ്ങളെ ഞാൻ മഹബത്ത് വെക്കുന്നുണ്ട്. വലസ്തു മിൻഹും, ഞാൻ അതിന് പറ്റുന്ന ആളൊന്നുമല്ല, ഞാൻ സാധുവാണ്, ഞാൻ സ്വാലിഹി എന്ന് പറയാനൊന്നുമില്ല. ഞാൻ വളരെ ഭാവിയാണ്. ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ, ആ സ്വാലിഹീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് കിട്ടി ഞാൻ രക്ഷപ്പെട്ടേക്കും എന്ന് ഇമാം തവാദു, താഴ്മയാണ്. താഴ്മ കൊണ്ട് പറയാം. അത് കേട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു അതിന് പ്രതികരിച്ചത് എങ്ങനെയാണല്ലോ? സ്വാലിഹീന വഅൻത മിൻഹും ലഅല്ലി അൻ അനാല ബിക ശഫാഅ. സ്വാലിഹീന, ഉസ്താദായിട്ടുള്ളവരെ, ഞാനും തന്നെ സ്വാലിഹീങ്ങളെ മഹബത്ത് വെക്കുന്ന കൂട്ടത്തിലാണ്. വഅൻത മിൻഹും, ആ കൂട്ടത്തിൽപ്പെട്ട സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു മഹാനാണ് താങ്കൾ. ലഅല്ലി അൻ അനാല ബിക ശഫാഅ, തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് എനിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഹബീബിന്റെ ശഫാഅത്ത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ് അവരുടെ അവസ്ഥ. നമ്മള് തരീഖത്ത്ക്കാണ് കൂടി അയിക്കാട് ബയ്യത്ത് ചെയ്തതോടുകൂടി രാജകുമാരനായി, ദുന്യാവും ആഖിറും വിജയിച്ചു, ഇനി എനിക്ക് പേടില്ല എന്ന് പറയുന്ന ഇസ്ലാമിന് പുറത്തായി കാഫിറായി മുർത്തദായി ചത്തുപോവും. ഇത്ര വലിയ കുത്തുബീങ്ങളായ കുത്തുബുൽ അഖ്താബാവുന്ന മഹാന്മാരാ പറയുന്നത്, ഞാൻ പാവിയാണ്, ദോഷിയാണ്, നിന്റെ മഗ്ഫിറത്തല്ലാതെ എന്റെ അഫുവല്ലാതെ മറ്റൊന്നും എന്റെ മുന്നിൽ പ്രതീക്ഷയില്ല, നീ എനിക്ക് പൊറുക്കണേ അല്ലാ, ഞാൻ സ്വാലിഹൊന്നുമല്ല, സ്വാലിഹങ്ങളുടെ ബറക്കത്ത് കൊണ്ടിരിക്കുന്ന ഹബീബിന്റെ ശഫാഅത്ത് തന്നെ. അതാണ് താഴ്മ, അതാണ് താഴ്മ. ഏതായാലും ഞാൻ മതിയാക്കാണ്. ഏതായാലും വഫാത്തിന്റെ തൊട്ടടുത്ത് ചെന്ന സമയത്ത് മഹാനവർകൾ തന്റെ ശിഷ്യന്മാരെ ഓരോരുത്തരും വിളിച്ചുകൊണ്ട് മഹാനവർകൾ പറയുന്നുണ്ട്. അതൊന്നും ഇനിയിപ്പോ പറയാൻ സമയമില്ല, സമയപ്പോ തന്നെ ഓരോന്നും നിസ്കാരം മോള് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി നീട്ടാൻ പറ്റും. ഇൻഷാ അല്ലാഹ് പിന്നീട് എപ്പോഴെങ്കിലും ഒരിക്കൽ സമയം കിട്ടുകയാണെങ്കിൽ, അപ്പൊ യാസീൻ ഓതി വരക്കണം എന്നൊക്കെ കരുതിയിരുന്നു. ഇൻഷാ അല്ലാഹ് സമയം കിട്ടുകയാണെങ്കിൽ പിന്നീട് വരാം. ഇൻഷാ അല്ലാഹ് നിസ്കരിച്ചു വരട്ടെ, അപ്പം നമുക്ക് ഓതി വരയ്ക്കാൻ എന്തെങ്കിലും ചെയ്യാം. ഏതായാലും തന്റെ 54-ാമത്തെ വയസ്സിൽ ഈജിപ്തിൽ വെച്ച് വഫാത്തായ മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹു റജബ് 29-30 രാവ് മഗ്രിബിന് ശേഷം അല്ലെങ്കിൽ ഇശാഇന്റെ അടുത്ത സമയത്ത്
വഫാത്തായി. പിറ്റേ ദിവസം വെള്ളിയാഴ്ച അസർ നിസ്കാരത്തിന് ശേഷമാണ് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനെ മറമാടപ്പെട്ടത്. മഹാന്മാരായ തന്റെ ശിഷ്യന്മാർ പറയുന്നു, ഇമാം അവർകളെ മറമാടി ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഷഅബാൻ മാസം ഉദിച്ചു ഞങ്ങൾ കണ്ടു. അപ്പോ അവസാന സമയത്ത്, റജബിന്റെ അവസാന സമയത്താണ് മഹാനായ ഇമാം അവർകൾ വഫാത്തായത്. 54-ാമത്തെ വയസ്സിൽ മഹാനവർകൾ മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ ഹക്കം റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്വന്തം ഉടമസ്ഥയിലുള്ള സ്ഥലത്താണ് മഹാനവർകളെ മറമാടപ്പെട്ടത്. അതുകൊണ്ടാണ് പൊതുസ്ഥലത്ത് കെട്ടുന്നില്ലെങ്കിൽ പോലും ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ജാറവും കുബ്ബയും വലിയ ജാറായി കെട്ടി വലിയ കുബ്ബയൊക്കെ എടുത്ത് അതിനാർക്കും ആക്ഷേപം പറയാനില്ലാതിരിക്കാൻ കാരണം ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അബ്ദുൽ ഹക്കം റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെയായിരുന്നു ഈജിപ്തിലെ താമസം മുഴുവനും. അദ്ദേഹത്തിന്റെ സ്വന്തം ഉടമയിലുള്ള സ്ഥലത്താണ്, ദാറുൽ മുഹമ്മദ് ബിൻ ഹക്കമിലാണ് മഹാനവർകളെ മറവിട്ട് കിടക്കുന്നത്. അന്ത്യവിശ്രമം കൊള്ളുന്ന അല്ലാഹു തആല അവരുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ ഇൽമു കൊണ്ടും അവരുടെ ബറക്കത്ത് കൊണ്ടും അല്ലാഹു തആല നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നഫ്അത്ത് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഫാത്തിഹ ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഒക്കെ ദ്വാരക്ക ബാക്കി ഉസ്താദ് പറഞ്ഞ് കാണായില്ല. ഇവിടെ ആളുകൾ ജമാഅത്തിന്റെ സമയമായിട്ട് കാത്തിരിക്കുന്നുണ്ട്. ഞാൻ സാധാരണ ബാങ്ക് കൊടുത്ത ഒപ്പം പെട്ടെന്ന് പോയിട്ട് നടക്കലാണ്. സമയം കുറെ താമസിച്ചു പോയി. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും തങ്ങൾ പാപ്പേ അവിടെ SNK തങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവിടെ തങ്ങൾ പാപ്പ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മൈക്കിൽ വന്നിട്ട് ഒന്ന് ദുആ ചെയ്യണം. അല്ലാഹു തആല പൂർണ്ണമായ ആഫിയത്തും ഷിഫയും കൊടുക്കുമാറാകട്ടെ. ഇമാം അവർകളുടെ മേലിൽ ഞാൻ നിസ്കരിച്ച് വന്നിട്ട് സമയം കിട്ടുകയാണെങ്കിൽ നമുക്കൊരു യാസീൻ ഓതി, മറ്റ് പരിപാടികളൊന്നും ഇല്ലെങ്കിൽ യാസീനോദി ദുആ ചെയ്യുക. ഏതായാലും ഇപ്പോൾ ഇനി തുടരാൻ പറ്റൂല. ഞാൻ തൽക്കാലം മൈക്ക് കൈമാറുകയാണ്. തങ്ങൾ വാപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫാത്തിഹ ഓതി ആ കുട്ടിയുടെ ശിഫക്ക് വേണ്ടിയിട്ടും മറ്റുമൊക്കെ ഒന്ന് ദുആ ചെയ്താൽ നന്നായിരിക്കും എന്ന് ഉണർത്തുന്നു. ഏതായാലും തൽക്കാലം ഇപ്പോൾ ഇനി തുടരാൻ സമയം ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.